CMA Intermediate term December 2023 model question paper syllabus 2022 model question papers ആണ് ഇവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താ പേപ്പർ ഫുൾ 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് 15 MCQ ഉണ്ടാവും, ഒരു MCQ 2 മാർക്ക് വെച്ച്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എ നോക്കാം. First question. Suraj has loss under the head house property rupees 2,50,000 for the assessment year 2023-24 and income under the head salary 4 lakh. What is his total income? ഇവിടെ എന്താണ് സാലറി ഉണ്ട്, സാലറി 4 lakh ഉണ്ട്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി ലോസ് 2,50,000. എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഇൻകമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇൻകം 4 lakh. 4 lakhന് 2,50,000 സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മാക്സിമം 2 lakh മാത്രമേ, 4 lakhന് മാക്സിമം 2 lakh മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് HP ലോസ് ഇൻ്റർഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, ഇൻ്റർഹെഡ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ മാക്സിമം 2 lakh മാത്രമേ എന്താണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 4 lakh മൈനസ് 2 lakh 2 lakh ആണ് ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ ആൻസർ 2 lakh. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിമൽ ഹാസ് acquired a new plant and machinery for his factory for 2 lakh on 31st December 2022. ഫാക്ടറിയിലോട്ട് അക്വയർ ചെയ്യണം. വി ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ്സ് എ മാനുഫാക്ചറിങ് ഫേം. ഓക്കെ, വാട്ട് മാനുഫാക്ചറിങ് ബിസിനസ്സാണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ അലവബിൾ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2023-24? അപ്പോൾ നോക്കിയേ, എന്താ പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ് നമ്മൾ അക്വയർ ചെയ്യണത് ഫാക്ടറിയിലോട്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ റേറ്റ് എത്രയാണ്? നോർമൽ ഡിപ്രിസിയേഷൻ റേറ്റ് 15%. ഇനി മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ എന്താണ്, ഈ മെഷീനറി അഡീഷണൽ ഡിപ്രിസിയേഷന് എലിജിബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് എത്രയാണ്? 20%. ഓക്കെ, 15% നോർമലും 20% അഡീഷണൽ കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കേണ്ട എന്താണ്, എപ്പോഴാണ് ഈ മെഷീനറി പുട്ട് യൂസ് ചെയ്യുന്നത്? ഇവിടെ എന്താ 31st December 2022 എന്ത് മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തത്. 31st December 2022 മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തത്. എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുക? വി ക്യാൻ അസ്യൂം ദാറ്റ് പുട്ട് ഡേറ്റും പർച്ചേസ് ചെയ്ത ഡേറ്റും പുട്ട് യൂസും സെയിം ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 31st December 2022 തൊട്ട് ആ ഇയറിൻ്റെ എൻ്റെ 31st 3 2023 വരെ എത്ര ഡേയ്സ് ഉണ്ടെന്ന് നോക്കണം. എത്ര ഡേയ്സ് ഉണ്ട് നോക്കിയിട്ട് 180 ഡേയ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡിപ്രിസിയേഷൻ കിട്ടും. 180 ഡേയ്സിന് താഴെയാണെങ്കിൽ 50%, ഈ നോർമൽ റേറ്റിൻ്റെ 50% കിട്ടുള്ളൂ. നോക്കാം, ഇവിടെ 31st December വാങ്ങിച്ചു, അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എത്രയാണ്? 3 month ഉണ്ട്. 3 month into 30, ജസ്റ്റ് 30 നോക്കിയാലും മാക്സിമം 90 days അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ലെസ് ദാൻ 180 days ആണ്. അപ്പോൾ എന്താണ് നോർമൽ ഡിപ്രിസിയേഷൻ്റെ 50% 7.5%, അഡീഷണൽ ഡിപ്രിസിയേഷൻ 20%, 50% 10% കിട്ടുള്ളൂ. അപ്പോൾ 7.5% into 2 lakh 15,000, 10% into 2 lakh 20,000 വരും. അപ്പോൾ ടോട്ടൽ ഡിപ്രിസിയേഷൻ 35,000. ഓക്കെ, അതാണ് ആൻസർ, 35,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A man aged 54 has incurred 1,50,000 for the treatment of specified disease for his dependent brother. Okay, age 62 and get reimbursement from his employer up to 80,000. What is his amount of deduction allowable under section 80 DDB of the Income Tax Act? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 18 DDBയിൽ അലവബിൾ ഡിഡക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, 80 DDBയുടെ പ്രൊവിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. 80 DDBയിൽ മാക്സിമം ഡിഡക്ഷൻ എത്രയാണ് കിട്ടുക? മാക്സിമം ഡിഡക്ഷൻ 1 lakh അല്ലെങ്കിൽ 40,000 കിട്ടും. 1 lakh ആണെങ്കിൽ എങ്ങനെയാണ് കിട്ടുക? 1 lakh ആണെങ്കിൽ സീനിയർ സിറ്റിസന് 1 lakhും, ഓക്കെ 40,000 നോർമൽ സിറ്റിസൺ ആണെങ്കിൽ 40,000 കിട്ടും. ഇവിടെ എന്താണ്, ഇവിടെ പിന്നെ maximum deduction 1 lakh or 40,000 or actual expense whichever is lower. ഇവിടെ എന്താ സീനിയർ സിറ്റിസൺ അമ്മനാണ് എക്സ്പെൻസ് പേ ചെയ്യണത്. ഓക്കെ, അമ്മൻ ആർക്ക് വേണ്ടിയാണ് പേ ചെയ്യണത്? ഡിപ്പെൻഡൻറ്റ് ബ്രദർ. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് ബ്രദറിന് വേണ്ടി എക്സ്പെൻസ് സ്പെൻഡ് ചെയ്താലും 80 DDB ഡിഡക്ഷൻ അലോവബിൾ ആണ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എത്ര സ്പെൻഡ് ചെയ്യണം? 1,50,000 കിട്ടുമോ? ഇല്ല. 1 lakh or
ഇനി ഈ 1 lakh ആണോ 40,000 ആണോ അത് നമുക്ക് നോക്കണം. അമ്മൻ ആർക്ക് വേണ്ടിയിട്ട് എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യണം? ഹിസ് ഡിപ്പെൻഡൻറ്റ് ബ്രദർ. ഡിപ്പെൻഡൻറ്റ് ബ്രദറിന് എത്ര ഏജ് ആയി? 62. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? 1 lakh എടുക്കാം. ഓക്കെ, 60 yearsന് മുകളിലല്ലേ ഡിപ്പെൻഡൻറ്റ് ബ്രദറിന് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 1 lakh എടുക്കാം. അപ്പോൾ മാക്സിമം 80 DDBയിൽ കിട്ടണത് എമൗണ്ട് സ്പെൻഡ് ഓർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1 lakh, വിച്ച് എവർ ഈസ് ലോവർ. ഏതാ? 1 lakh. നമ്മൾ ഫസ്റ്റ് തന്നെ ഡിഡക്ഷൻ ഫിക്സ് ചെയ്യാം. നമ്മൾ ഡിഡക്ഷൻ ഫിക്സ് ചെയ്തു, 1 lakh കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പറയണത്? റീഇംബേഴ്സ്മെൻറ്റ് ഫ്രം ഹിസ് എംപ്ലോയർ. ഈ ക്വസ്റ്റ്യനിൽ റീഇംബേഴ്സ്മെൻറ്റ് ഫ്രം ഹിസ് എംപ്ലോയർ ആണ്. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരും, ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് കിട്ടിയെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഏതാണോ കിട്ടിയത് അത് നമ്മൾ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ഫിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്താണ്? ഗെറ്റ് റീഇംബേഴ്സ്മെൻറ്റ് ഫ്രം ഹിസ് എംപ്ലോയറിൻ്റെതാണ് 80,000 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, 1 lakh നമ്മൾ ഡിഡക്ഷൻ ഫിക്സ് ചെയ്തു. 1 lakh or 1,50,000 വിച്ച് എവർ ഇസ് ലോവർ 1 lakh എടുത്തു, ഡിഡക്ഷൻ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എംപ്ലോയറിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടിയത് 80,000. അത് ലെസ് ചെയ്ത് 20,000 ആണ് ഇവിടെ ഡിഡക്ഷൻ കിട്ടണം. നോക്കി നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിഡക്ഷൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാണ്ട് 1 lakh നേരെ 80,000 കുറച്ചിട്ട് 70,000 ഇവിടെ ആൻസർ എടുക്കേണ്ട. അതല്ല, ആദ്യം തന്നെ ഡിഡക്ഷൻ ഫിക്സ് ചെയ്യുക. 80 DDB പ്രകാരം 1 lakh or 40,000 ആണ് വരെ. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1 lakh. സീനിയർ സിറ്റിസൺ ആണ് 1 lakh. ഇവിടെ സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ ആക്ച്വൽ എക്സ്പെൻസ് സ്പെൻഡ് ഓർ ₹1 lakh, വിച്ച് എവർ ഈസ് ലോവർ 1 lakh എടുത്തു. അത് കഴിഞ്ഞിട്ട് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടിയത് ലെസ് ചെയ്തു, ബാക്കി 20,000. ഓക്കെ, അതാണ് ഇവിടെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അശ്വിൻ ലീവ്സ് ഇൻ ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓൺ 20th September 2022. He never visited foreign country before leaving. What is his residential status for the assessment year 23-24? ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എന്താ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണ് പറയണത്. അമ്മൻ എന്താണ്? അമ്മൻ ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓൺ 20th September 2022. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, എ പേഴ്സൺ സെഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ മസ്റ്റ് സാറ്റിസ്ഫൈ 2 കണ്ടീഷൻസ്. എന്തൊക്കെ കണ്ടീഷൻസാണ്? ഒന്നാമത്തെ കണ്ടീഷൻസ്, എ പേഴ്സൺ മസ്റ്റ് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 182 days ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 days എന്തായാലും ഉണ്ടായിരിക്കണം. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, 2 കണ്ടീഷൻ ഉണ്ട്, ഒന്നാമത്തെ കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും. ഓർ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ പേഴ്സൺ എന്താണ്? സെഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയർ, റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 days ഉണ്ടായിരിക്കുകയും വേണം. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 4 പ്രീവിയസ് ഇയറിൽ 365 days ഉണ്ടാവുകയും വേണം. ഇത് ആൻഡ് ആണ്. ആൻഡ് എന്ന് വെച്ചാൽ സെക്കൻഡ് കണ്ടീഷൻ പറയണത് 60 days ഉണ്ടാവുകയും വേണം. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 4 പ്രീവിയസ് ഇയറിൽ എന്താണ്? 365 days ഉണ്ടാവുകയും വേണം. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ പറയണത് എന്താ? 182 days റെലവൻറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ 182 days ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 days ഉണ്ടായിരിക്കണം. പിന്നെ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 4 പ്രീവിയസ് ഇയറിൽ 365 days ഉണ്ടായിരിക്കും വേണം. പിന്നെ ഒരു റൂളും കൂടെ പറയുന്നുണ്ട്. ഈ സെക്കൻഡ് ബേസിക് കണ്ടീഷനായി, ഇതിനെ ഞാൻ ബേസിക് കണ്ടീഷൻസ് എന്ന് പറയാം. ഒന്നാമത്തെ 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ആവശ്യമില്ലാത്ത 3 അപ്ലിക്കബിൾ ആവാത്ത 3 ആൾക്കാരുണ്ട്. എന്താണ്? ഒന്നാമത്തെ ആൾ ക്രൂ മെമ്പർ ഓഫ് എൻ ഇന്ത്യൻ ഷിപ്പ്. രണ്ടാമത്തെ ആൾ ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇൻ ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. മൂന്നാമത്തെ ആൾ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ comes in India for a visit. ഓക്കെ, ഇവിടെ ഇപ്പോൾ പറഞ്ഞതിൽ ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇൻ ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. നോക്കിയേ, അശ്വിൻ എന്താ? ലീവ്സ് ഇൻ ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് ആണ് പോയിരിക്കുന്നത്. എംപ്ലോയ്മെൻറ്റിൻ്റെ പർപ്പസിനാണ് ഔട്ട്സൈഡ് ഇന്ത്യക്ക് പോയിരിക്കണം. അതുകൊണ്ട് അശ്വിൻ എന്താണ്? സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ലിക്കബിൾ അല്ല. അപ്പോൾ അശ്വിൻ റെസിഡൻ്റ് ആണോ അല്ലേന്ന് നോക്കാൻ വേണ്ടിയിട്ട് അശ്വിന് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമേ, ഈ 182 days ബേസിക് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം 182 days കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അശ്വിൻ ഈ പ്രീവിയസ് ഇയർ ഇതൊക്കെ അസസ്മെൻറ്റ് ഇയർ 22-24 ആണ്, 23-24 ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ഏതായിരിക്കും? 22-23 ആയിരിക്കും പ്രീവിയസ് ഇയർ. 1st April 2022 മുതൽ 31st March 2023 വരെ, അതാണ് പ്രീവിയസ് ഇയർ വരാം. ഇവിടെ അശ്വിൻ 1st April 2022 മുതൽ
എന്താണ് 20th September 2022 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്ര ഡേയ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആ ഡേയ്സ് 182 ഡേയ്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ് അശ്വിൻ റെസിഡൻ്റ്. അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ വരുമ്പോൾ ഏപ്രിലിൽ 30 ഡേയ്സ്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 20 ഡേയ്സ്, 173 ഡേയ്സ്. ആകെ അശ്വിൻ പ്രീവിയസ് ഇയർ 2022-23 173 ഡേയ്സ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 182 ഡേയ്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ? ഇല്ല. 182 ഡേയ്സിൽ ആകെ 173 ഡേയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് അശ്വിൻ നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, അതാണ് ആൻസർ. ശ്രദ്ധിക്കണം, ഇപ്പം അശ്വിൻ നോൺ റെസിഡൻ്റ് ആണ്. ഇനി അഡീഷണൽ കണ്ടീഷൻ പറയാനുണ്ട്. 2 അഡീഷണൽ കണ്ടീഷനും കൂടെ പറയേണ്ടത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കാൻ 2 എക്സ്ട്രാ അഡീഷണൽ കണ്ടീഷൻ പറയുന്നുണ്ട്. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ജസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. റെസിഡൻ്റ് ആണെങ്കിലാണ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Rohit earned monthly salary of rupees 1,75,000. What is his tax liability if he has opted for section 115 BSc for the assessment year 23-24? Okay, എന്താ പറയണേ? മന്ത്ലി സാലറി ഓഫ് 1,75,000. മന്ത്ലി സാലറി ഓഫ് 1,75,000 എന്ന് പറഞ്ഞാൽ തരാൻ എത്രയായിരിക്കും? 1,75,000 ഇൻറ്റു 12, 21 lakh. ഓക്കെ, 21 lakh ആണ്. നമുക്കിനി ഈ ന്യൂ സ്കീമിൻ്റെ 115 BScയുടെ ടാക്സ് റേറ്റ് നോക്കാം. ഓക്കെ, ഓപ്ഷണൽ സ്ലാബ് റേറ്റ്. ഇഫ് ടോട്ടൽ ഇൻകം അപ് ടു 2,50,000 വരെയാണെങ്കിൽ ടാക്സ് റേറ്റ് നില്ലായിരിക്കും. 2,50,000 മുതൽ 5 lakh വരെയാണെങ്കിൽ 5% ആയിരിക്കും. 5 lakh മുതൽ 7,50,000 വരെയാണെങ്കിൽ 10%. 7,50,000 മുതൽ 10 lakh വരെയാണെങ്കിൽ 15%. 10 lakh മുതൽ 12,50,000 വരെയാണെങ്കിൽ 20%. 12,50,000 മുതൽ 15 lakh വരെയാണെങ്കിൽ 25%. എബോവ് 15 lakh ആണെങ്കിൽ 30%. ഓക്കെ, ഈ ടാക്സ് റേറ്റ് നില്ല് മുതൽ 5% വെച്ച് കൂടി മാക്സിമം ഓഫ് 30% വരെയാവും. ഇവിടെയോ സ്ലാബ് 2,50,000 മുതൽ 2,50,000 കൂടി മാക്സിമം 15 lakh വരെയാവും. ഓക്കെ, എബോവ് 15 lakh 30%. ഇവിടെ നമുക്കറിയാം 21 lakh ആണ് അറിയാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം 21 lakh ആണ്. ഫസ്റ്റ് തന്നെ നോക്കാം. എബോ നമ്മൾ പഠിച്ചിട്ടില്ലേ? എബോ 15 lakh എന്താണ്? 30%. അപ്പോൾ 21 lakh മൈനസ് 15 lakh ഫസ്റ്റ് തന്നെ 30% എടുത്ത് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ 2,50,000 2,50,000 എന്നില്ലായിരിക്കും. പിന്നെയുള്ള 2,50,000 5%, പിന്നെ നെക്സ്റ്റ് 10%, അങ്ങനെ എടുത്തെടുത്ത് മാക്സിമം 25 വരെ 30% നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ടാക്സ് എത്ര വരും? 3,67,500 വരും. അതിൻ്റെ കൂടെ ആഡ് സെസ് അറ്റ് 4% സെസ് ആഡ് ചെയ്യാം. 14,700 വരും. ടോട്ടൽ 3,82,200 വരും. ഓക്കെ, നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. നോക്കി, 3,82,200 ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question. Pallavi engaged in manufacturing of tea in India and earns a profit of 12 lakh. What is her agriculture income for computation of total income? Okay. ഇവിടെ പല്ലവി എൻഗേജ് ചെയ്യുന്നത് എന്താണ്? ടീ മാനുഫാക്ചറിങ് ഓഫ് ടീ ആണ്. മാനുഫാക്ചറിങ് ഓഫ് ടീ ആണെങ്കിൽ എന്താ വരാ? മാനുഫാക്ചറിങ് ഓഫ് ടീ ആണെങ്കിൽ 60% ഓഫ് അഗ്രികൾച്ചർ ഇൻകം, 40% ഓഫ് ബിസിനസ് ഇൻകം ആയിരിക്കും. അപ്പോൾ ഏത് ആൻസർ വരാം? 60% ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും അഗ്രികൾച്ചർ ഇൻകം വരാം, 40% ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും ബിസിനസ് ഇൻകം വരാം. അങ്ങനെ റബ്ബർ ആണെങ്കിൽ 35% ഓഫ് ബിസിനസ് ഇൻകം, 65% ഓഫ് പ്രോഫിറ്റ് എന്തായിരിക്കും? അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കും. പിന്നെ കോഫി ആണെങ്കിൽ 25%, 75%. ഇനി കോഫി ഗ്രോൺ, റോസ്റ്റഡ് ആൻഡ് ക്യൂർഡ് ആണെങ്കിൽ 40%, 60%. 40% ഓഫ് പ്രോഫിറ്റ് ബിസിനസ് ഇൻകം ആയിരിക്കും, 60% ഓഫ് പ്രോഫിറ്റ് അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാനുഫാക്ചറിങ് ഓഫ് ടീ ആകുമ്പോൾ 60% ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും എന്ത്? അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി
Which of the following is not a capital asset under section 2 subsection 14 of the income tax? Okay, capital asset അല്ലാത്തത് ഏതാണ്? 2 subsection 14 പ്രകാരം capital asset അല്ലാത്തത് എന്താ? Agriculture land in rural area. ഇവിടെ agriculture land in urban area എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. അതായത് ഈ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരും. ഇനി അഗ്രികൾച്ചർ ലാൻഡ് ഇൻ റൂറൽ ഏരിയ 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് അല്ല, ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരില്ല. ഓക്കെ, നോൺ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ അർബൻ ഏരിയ ടാക്സബിൾ അസറ്റ് ആണ്. നോൺ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ റൂറൽ ഏരിയ അതും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, ടാക്സബിലിറ്റി വരും. അഗ്രികൾച്ചർ ലാൻഡ് ഇൻ റൂറൽ ഏരിയ ആണ് എന്ത് 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തത്. ഇനി നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസ് ആർ ടോട്ടലി എക്സംപ്റ്റഡ് അണ്ടർ ജി എസ് ടി? ടോട്ടലി എക്സംപ്റ്റഡ് അണ്ടർ ജി എസ് ടി ഏതാ? സർവീസ് ബൈ രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, സർവീസ് ബൈ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി, സർവീസ് ബൈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻറ്റ്, സർവീസ് ബൈ ഇൻഷുറൻസ് കമ്പനീസ്. ഈ 3 സർവീസും നമുക്കറിയാം. ഈ 3 സർവീസിൽ കുറച്ചൊക്കെ സർവീസ് എക്സംപ്റ്റഡ് ആണ്, കുറച്ച് ടാക്സബിൾ ആണെന്ന് അറിയാം. ഓക്കെ, ടോട്ടലി എക്സംപ്റ്റഡ് ആയത് ഏതാ? സർവീസ് ബൈ രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടോട്ടലി എക്സംപ്റ്റഡ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് കൺസിഡേർഡ് ആസ് അറിയാം റിഗ്രസീവ് ടാക്സ്. ഓക്കെ, ഇൻകം ടാക്സ് ആണെങ്കിലോ പ്രോഗ്രസീവ് ടാക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി സർവീസ് ഹു ഹാസ് നോട്ട് പെയ്ഡ് സെൻട്രൽ ടാക്സ് അറ്റ് 6% ഇസ് കവേർഡ് അണ്ടർ ജി ടി എ. ജി ടി എക്ക് എന്താണ് 2 ഓപ്ഷൻ ഉണ്ട്. എന്താണ്? 12% ജി എസ് ടി ഓപ്റ്റ് ചെയ്തിട്ട് ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് അടക്കാൻ പറ്റും. 5% ടാക്സ് ഓപ്റ്റ് ചെയ്തിട്ട് ആർ സി എമ്മത്തിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 12% വരുമ്പോൾ 6% സി ജി എസ് ടി, 6% എസ് ജി എസ് ടി. അതാവുമ്പോൾ ഫോർവേഡ് ചാർജ് വരും. ഇവിടെ എന്താണ്? നോട്ട് പെയ്ഡ് സെൻട്രൽ ടാക്സ് അറ്റ് 6% ആണ്. നോട്ട് പെയ്ഡ് ആകുമ്പോൾ എന്താണ്? സി ജി എസ് ടി 6%, അപ്പോൾ നോട്ട് ഓപ്റ്റ് 12%. അപ്പോൾ വേറെ ഓപ്ഷൻ എന്താ? 5% ആണ് ജി ടി എക്ക് ഓപ്റ്റ് ചെയ്യാൻ വരാം. 5% ആകുമ്പോൾ എന്താ വരും? റിവേഴ്സ് ചാർജ് മെക്കാനിസം വരും. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഗുഡ്സ് ബൈ വേ ഓഫ് ഫ്രീ സാമ്പിൾ സെക്ഷൻ 17(5) ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഐ ടി സിയിൽ എന്താ പറയണത്? ഡിസ്പോസൽ ഓഫ് ഗുഡ്സ് ബൈ വേ ഓഫ് ഫ്രീ സാമ്പിൾ 17(5) ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. എന്താണ്? ഐ ടി സി. സപ്ലയർ കാൻ നോട്ട് ക്ലെയിം ഐ ടി സി. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഐ ടി സി എടുക്കാൻ പറ്റാത്തതാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ സപ്ലയർ കാൻ നോട്ട് ക്ലെയിം ഐ ടി സി. ഫ്രീ സാമ്പിൾസ് സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലയർക്ക് എന്താണ്? ഐ ടി സി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 17 subsection 5 പ്രകാരം പറയുന്നുണ്ട് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഫ്രീ സാമ്പിൾസ്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ത്രെഷോൾഡ് ലിമിറ്റ് ഇൻ കേസ് ഓഫ് പേഴ്സൺസ് ഓഫ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ടു ടേക്ക് ഫ്രഷ് രജിസ്ട്രേഷൻ ഇൻ കോമ്പോസിഷൻ ലെവി? കോമ്പോസിഷൻ ലെവി എന്താണെന്ന് അറിയാലോ? നോട്ടിഫൈഡ് പേഴ്സൺസ് ഉണ്ടാവും, മാനുഫാക്ചറോ ട്രേഡറോ സർവീസ് പ്രൊവൈഡർ. ഓൺലി ഇൻ കേസ് ഓഫ് എന്താണ്? ഗുഡ്സ് റെസ്റ്റോറൻറ്റ് സർവീസസ് അങ്ങനെയുള്ളവർക്ക് എന്താണ്? കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ എത്രയാ ലിമിറ്റ്? 75 lakh. നോർമൽ ആണെങ്കിലോ 1.5 crore അഥവാ 150 lakh. ഓക്കെ, അതായിരിക്കും ടാക്സബിലിറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായിരിക്കും എന്താണ്? 1.5 crore ആയിരിക്കും ടാക്സ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റിയുടെ ടേൺ ഓവർ ലിമിറ്റ്. ഓക്കെ, 75 lakh ആണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്, 150 lakh ആണ് നോർമൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. എന്താണ്? കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്യാനുള്ള ടേൺ ഓവറിൻ്റെ ലിമിറ്റ്. ഓക്കെ, വിശാൽ എ പ്രാക്ടീസിങ് CMA പർച്ചേസ്ഡ് 3 ലാപ്ടോപ്പ്. ഓക്കെ, 3 ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തു. എന്താണ്? ആൻഡ് ₹25,000 ഈസ് പെയ്ഡ് ആസ് GST ഫോർ ഈച്ച് ലാപ്ടോപ്പ് ഇൻ ഹിസ് ഫേം നെയിം. ഫേം നെയിമിലാണ് എന്ത് പർച്ചേസ് ചെയ്തത്. പിന്നെ 25,000 എന്താണ്? GST പേ ചെയ്യുകയും ചെയ്തു ഒരെണ്ണത്തിന് വെച്ചിട്ട്. 2 ലാപ്ടോപ്പ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഹിസ് ഓഫീസ് ആൻഡ് അനദർ ലാപ്ടോപ്പ് ഈസ് ഗിഫ്റ്റഡ് ടു ഹിസ് സിസ്റ്റർ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ടി സി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അതിലൊരു കണ്ടീഷൻസാണ് ഈ യൂസ് ചെയ്യണ ഇൻപുട്ട് സർവീസസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഗുഡ്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? 3 ലാപ്ടോപ്പ് വാങ്ങിച്ചു, അതിൽ 2 ലാപ്ടോപ്പ് മാത്രമാണ് യൂട്ടിലൈസ്ഡ് ഇൻ ഹിസ് ഓഫീസ്. അനദർ ലാപ്ടോപ്പ് എന്ത് ചെയ്തു? സിസ്റ്റർക്ക് ഗിഫ്റ്റ് ചെയ്തു. നമ്മൾ 2 ലാപ്ടോപ്പ് മാത്രമേ നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുള്ളൂ. അതുകൊണ്ട് വാട്ട് ഈസ് ദ എലിജിബിൾ എമൗണ്ട് ഓഫ് ഐ ടി സി എലിജിബിൾ ആവണത് 25,000. 2 × 25,000 അതായത് 50,000 ആണ് ഐ ടി സി എലിജിബിൾ ഐ ടി സി. ഓക്കെ, കിട്ടിയില്ലേ?
Next, for determining the assessable value for customs duty, air freight is to be taken is എന്താണ് എയർ ഫ്രൈറ്റ് ടേക്കണേണ് എന്താണ് എയർ ഫ്രൈറ്റ് 20% ലിമിറ്റഡ് ആണ്. ഓക്കെ, എന്തിൻ്റെ FOB ആക്ച്വൽ ഫ്രൈറ്റ് ഓർ 20% ഓഫ് FOB വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. അതായത് ഇപ്പോൾ വലിയ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിലും FOB വാല്യൂയുടെ 20% വരെയാണ് ലിമിറ്റഡ്. അതായത് ആക്ച്വൽ ഫ്രൈറ്റ് ഓർ 20% ഓഫ് FOB വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ക്യാൻ ബി ഇമ്പോസ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് എന്താണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യണത് മാർജിൻ ഓഫ് ഡംപിങ് ഡ്യൂട്ടി ഓർ മാർജിൻ ഓഫ് ഇഞ്ചുറി വിച്ച് എവർ ഈസ് ലോവർ. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ക്യാൻ ബി ഇമ്പോസ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് മാർജിൻ ഓഫ് ഡംപിങ് ഡ്യൂട്ടി, margin of dumping or margin of injury whichever is lower. Okay, നമുക്ക് നോക്കാം. Question number 2. Joshi discloses his income earned during the financial year 2022-23. ഓക്കെ, ജോഷിക്ക് എന്തൊക്കെ ഇൻകം ഉള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ജർമ്മൻ ഡെപ്പോസിറ്റ് ബോൺസ്, അതിൽ 1/6 റിസീവ്ഡ് ഇൻ ഇന്ത്യ ₹30,000. ഓക്കെ, income from house property in India but received in Australia ₹40,000. Income from agriculture in America but received in India ₹60,000. Okay, income from business in Canada but controlled from India ₹75,000. Income from business in Singapore but controlled from Sri Lanka ₹80,000. Compute his taxable income if he is എന്താണ് ജോഷിയുടെ സ്റ്റാറ്റസ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 23-24. ഈ ക്വസ്റ്റ്യൻ ചെയ്യണതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ പ്രൊവിഷൻ ഒന്ന് നോക്കാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്ഷൻ 5 സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഇൻകവും ഫോറിൻ ഇൻകവും ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഇന്ത്യൻ ഇൻകം. ഇന്ത്യൻ ഇൻകം എന്താ? ഇന്ത്യൻ ഇൻകം ഇതിൻ്റെ ടാക്സബിലിറ്റി വരുന്നത് ഇവിടെ സ്റ്റാറ്റസ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. നോക്കാം. ഫസ്റ്റ്, ഇൻകം ഏൺഡ് ഓർ ഡീംഡ് ടു ബി ഏൺഡ് ഇൻ ഇന്ത്യ റിസീവ്ഡ് എനിവർ. ഇൻകം എന്താണ്? ഇൻകം ഏൺ ചെയ്യണതും ഡീംഡ് ടു ബി ഏൺ ചെയ്യണതും ഇന്ത്യയിലാണ്. പക്ഷേ എവിടെയാണ്? റിസീവ്ഡ് എനിവർ, വേറെ എവിടെയെങ്കിലുമാണ് ഇൻകം റിസീവ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ടാക്സ് വരും. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിനും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റിനും എല്ലാവർക്കും എന്താണ്? ടാക്സ് ലയബിലിറ്റി വരും. ഇനി നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഏൺഡ് എനിവർ. ഇൻകം കിട്ടാനുള്ളതോ എന്താണ്? ഇന്ത്യയിലാണ്. പക്ഷേ ഏൺഡ് എനിവർ. റിസീവ്ഡ് മീൻസ് ഫസ്റ്റ് റിസീവ് ഇൻ ഇന്ത്യ, നോട്ട് റെമിറ്റൻസ് ഓർ ട്രാൻസ്ഫർ. റിസീവ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻകം ഏൺ ചെയ്തിട്ട് ഫസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, അല്ലാതെ വേറെ എവിടെയെങ്കിലും വാങ്ങിയിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യണ ഇൻകം ഇവിടെ കൺസിഡർ ചെയ്യില്ല. റിസീവ് ചെയ്യണത് മീൻസ് ഫസ്റ്റ് റിസീവ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിന് ടാക്സബിലിറ്റി വരും, RNORന് ടാക്സബിലിറ്റി വരും, നോൺ റെസിഡൻറ്റിനും ടാക്സബിലിറ്റി വരും. ഇനി നമുക്ക് നോക്കാം ഫോറിൻ ഇൻകം. ഓക്കെ, ഫോറിൻ ഇൻകം വരികയാണെങ്കിൽ എന്താണ്? ഇൻകം ഏൺഡ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇൻകം ഏൺ ചെയ്യണതും റിസീവ് ചെയ്യണതും ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ബട്ട് ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ബിസിനസ്സും പ്രൊഫഷനും കൺട്രോൾ ചെയ്യണത് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യണത് എന്തായിരിക്കും? ഇന്ത്യയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ RORന് ടാക്സബിലിറ്റി വരും, RNORന് ടാക്സബിലിറ്റി വരും, ബട്ട് നോൺ റെസിഡൻറ്റിന് ടാക്സബിലിറ്റി വരില്ല. ഓക്കെ, ഇനി ഈ ഫോറിൻ ഇൻകം തന്നെ ഇൻകം ഏൺഡ് റിസീവ്ഡ് ആൻഡ് കൺട്രോൾഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻകം ഏൺ ചെയ്യണതും റിസീവ് ചെയ്യണതും കൺട്രോൾ ചെയ്യണതും എവിടെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഇന്ത്യയായിട്ട് ഒരു റിലേഷൻ ഇല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ടാക്സബിലിറ്റി വരാം? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിന് വരും, RNORന് വരില്ല, നോൺ റെസിഡൻറ്റിനും വരില്ല. ഓക്കെ, അതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. പാസ്റ്റ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇൻ ഇന്ത്യ നോട്ട് ടാക്സബിൾ. ഓക്കെ, പാസ്റ്റ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇൻ ഇന്ത്യ, പാസ്റ്റ് ഫോറിൻ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ടാക്സബിൾ അല്ല. ഇവിടെ നോക്കി നമുക്കിനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബോൺസ്. അപ്പോൾ ഇത് എവിടെയുള്ള ഇൻകാണ്? ജർമ്മനിയിലുള്ള ഇൻകാണ്. 1/6 മാത്രമേ
എന്താണ് ഇന്ത്യയിലോട്ട് റിസീവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 1/6. അപ്പോൾ 30,000 1/6 മാത്രമേ ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ROR റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിന് എന്താണ് ഫുൾ ടാക്സബിലിറ്റി വരും. ഓക്കെ, ബട്ട് RNORനും NRനും എന്താണ് 1/5 മാത്രമേ, ഈ 30,000 1/5 മാത്രമേ ടാക്സബിലിറ്റി വരുള്ളൂ. ഓക്കെ, ഇൻകം ഇത് ഏത് കാറ്റഗറിയിലാണ് വരിക? ഇൻകം ഏൺഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ റിസീവ് ചെയ്യണ പോർഷൻ മാത്രമേ RNORനും NRനും വരുള്ളൂ. RORന് എന്താണ് എവിടെ ഇൻകം ഉണ്ടായാലും റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിന് ഇന്ത്യയിൽ ടാക്സ് ചെയ്യണം. ഓക്കെ, ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ ഓസ്ട്രേലിയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, ഇൻകം ഏൺഡ് ചെയ്യണത് എവിടെയാണ്? ഇന്ത്യയിലാണ്, ബട്ട് റിസീവ്ഡ് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഇത് എന്താ ഇന്ത്യൻ ഇൻകത്തിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇന്ത്യൻ ഇൻകം എവിടെ കിട്ടിയാലും എന്താണ് ഈ 3 കാറ്റഗറിക്കും ടാക്സബിലിറ്റി വരും. ഓക്കെ, അപ്പോൾ 40,000 വരും. ഓക്കെ, ഇനി ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ അമേരിക്ക ബട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിൽ അഗ്രികൾച്ചർ ഇൻകം എന്താ? എക്സംപ്റ്റഡ് ആണ് അല്ലേ? ഇനി അമേരിക്കയിൽ കിട്ടിയ ഔട്ട്സൈഡ് ഇന്ത്യ കിട്ടിയ അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് അല്ല, ടാക്സബിൾ ആണ് ഇന്ത്യയിൽ. ഓക്കെ, ബട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇത് എന്താണ്? ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ അമേരിക്ക. അപ്പോൾ ഫോറിൻ ഇൻകം ആണ്, റിസീവ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ഈ 60,000 എല്ലാവർക്കും ടാക്സബിലിറ്റി വരും. ഓക്കെ, ഇനി ഇൻകം ഫ്രം ബിസിനസ് ഇൻ കാനഡ ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ആക്ച്വലി ബിസിനസ് ക്യാരി ചെയ്യണത് എവിടെയാണ്? കാനഡയിലാണ്. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ വരാം? ഫോറിൻ ഇൻകം കാറ്റഗറിയിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇൻകം ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. കൺട്രോൾ ചെയ്യണത് ഇന്ത്യയിലാണ്, ഫോറിൻ ഇൻകം ആണ്. അപ്പോൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിനും റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും മാത്രം എന്താണ് ടാക്സബിലിറ്റി വരും, NRന് ടാക്സബിലിറ്റി വരില്ല. ഇനി അടുത്തത് ഇൻകം ഫ്രം ബിസിനസ് ഇൻ സിംഗപ്പൂർ ബട്ട് കൺട്രോൾഡ് ഫ്രം ശ്രീലങ്ക 80,000. ഇതെന്താ? ഇന്ത്യൻ ഇൻകം അല്ല, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഇൻകം ആണ്, ബട്ട് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ഇന്ത്യയല്ല. അപ്പോൾ എന്താ? NRനും RNORനും ഒന്നും വരില്ല, ആകെ വരുന്നത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിന് മാത്രം. നമുക്ക് ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം, നോക്കാം. ഇവിടെ കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ജർമ്മൻ ഡെപ്പോസിറ്റ് ബോൺസ്, അതിൻ്റെ 1/5 മാത്രം. ഇവിടെ 5/5 ചെയ്യുന്നുണ്ട്. 1/5 എല്ലാവർക്കും വരും. ഓക്കെ, 5/5 ഞാൻ പറയില്ലേ ഫുൾ എന്താണ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിന് എവിടെ ഇൻകം കിട്ടിയാലും എന്താണ് ഇന്ത്യയിൽ ടാക്സ് ചെയ്യണം. ബാക്കിയുള്ളവർക്ക് റിസീവ് ചെയ്താൽ മാത്രമേ ടാക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏൺ ചെയ്താൽ മാത്രമേ ടാക്സ് ചെയ്താൽ മതി. ഞാൻ ഫസ്റ്റ് കാണിച്ചത് ആ നോട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അത് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് നോക്കാമല്ലോ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ RORനും RNORനും NRനും ടാക്സബിലിറ്റി വരും. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻകം ഇൻ അമേരിക്ക ബട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ, എല്ലാവർക്കും ടാക്സബിലിറ്റി വരും. ഇൻകം ഫ്രം ബിസിനസ് ഇൻ കാനഡ ബട്ട് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. ഇത് ശ്രദ്ധിക്കണം, ഇൻകം ഫ്രം ബിസിനസ് ഇൻ കാനഡ എന്ന് പറയുമ്പോൾ ഫോറിൻ ഇൻകം ആണ്, ബട്ട് കൺട്രോൾഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലാണ് കൺട്രോൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിനും RNORനും മാത്രമേ ടാക്സബിലിറ്റി വരുള്ളൂ, NRന് വരില്ല. ഓക്കെ, ഇനി ഇൻകം ഫ്രം ബിസിനസ് ഇൻ സിംഗപ്പൂർ, ഇതെന്താ ഔട്ട്സൈഡ് ഇന്ത്യയിലത്തെ ഇൻകം ആണ്, കൺട്രോൾ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ RNORന് മാത്രമേ ടാക്സ് ലയബിലിറ്റി വരുള്ളൂ, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിനും NRനും ടാക്സബിലിറ്റി വരില്ല. അപ്പോൾ ടോട്ടൽ ടാക്സബിൾ ഇൻകം 2,85,000, 1,80,000, 1,05,000. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിമല എംപ്ലോയ്ഡ് ആസ് എ ടെക്നിക്കൽ കൺസൾട്ടൻറ്റ് ഇൻ ചഹാൽ ലിമിറ്റഡ്, കൊച്ചിൻ furnishes the following particulars relating to the financial year 22-23. ഓക്കെ, ഇവിടെ എന്താ പറയണത്? വിമല ടെക്നിക്കൽ കൺസൾട്ടൻ്റ് ആയിട്ട് ചഹാൽ ലിമിറ്റഡിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ബേസിക് സാലറി ഉണ്ട് 1,20,000 per month, ആനുവൽ കമ്മീഷൻ ഉണ്ട് 6 lakh, പിന്നെ ആനുവൽ ബോണസ് 2 lakh, ക്യാഷ് ഗിഫ്റ്റ് 1,50,000, contribution to recognized provident fund 15% of basic salary of
each by both employer and employee. പിന്നെ rent free accommodation RFA ഉണ്ട്, provided by employer and rent paid by the employer rupees 30,000 per month. Compute എന്താ കമ്പ്യൂട്ട് ഉണ്ട്? Compute income from salary for the assessment year 23-24 if he has not opted for section 115 BAC. If he has not opted 115 BAC not opted ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക? സാലറി ഇൻകം. ഇവിടെ ആകെ 2 അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ പ്രശ്നമുള്ളൂ. കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താ? ബോത്ത് ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഫ് ബേസിക് സാലറിയുടെ 50%. അപ്പോൾ നോക്കിയേ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 80Cയിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 10% ആണ് എക്സംഷൻ കിട്ടുക. ബാക്കി 12%. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 12% നമുക്ക് എക്സംഷൻ കിട്ടും. ബാക്കി 3% എന്താണ്? ടാക്സബിൾ ആണ്. സോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ബേസിക് സാലറി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ബേസിക് സാലറി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1,20,000 പെർ മന്ത്. 1,20,000 പെർ മന്ത് പറയുമ്പോൾ 1,20,000 പെർ മന്ത് 14,40,000. 14,40,000ൻ്റെ 3% ടാക്സബിലിറ്റി വരും. 43,200. ഓക്കെ, അത് വരും. ഇനി നെക്സ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് RFA പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ ആൻഡ് റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ. റെൻറ്റ് പേ ചെയ്യണത് എംപ്ലോയർ ആണ്, RFA പ്രൊവൈഡ് ചെയ്യണതും ആരാണ്? എംപ്ലോയർ ആണ്. അപ്പോൾ RFA എങ്ങനെയാണ്? 50% RFAയുടെ ടാക്സബിലിറ്റി എങ്ങനെയാണ് വരിക? 50% ഓഫ് ആക്ച്വൽ സാലറി or actual rent paid. Okay, 50% of salary or actual rent paid. Okay, actual rent paid. 50% of salary or actual rent paid, whichever is higher ആണ് RFAയുടെ സാലറി വരിക. അപ്പോൾ ഇവിടെ RFAയുടെ ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? 30,000 പെർ മന്ത്. 30,000 പെർ മന്ത് വരുമ്പോൾ 30,000 × 12. 30,000 × 12 വരുമ്പോൾ 3,60,000 വരും. ഓക്കെ, 3,60,000 ഓർ ഇനി നമുക്ക് നോക്കാം 50% ഓഫ് സാലറി എടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് എടുക്കുക? 1,20,000. നമുക്കറിയാം ഇവിടെ 1,20,000 പെർ മന്ത് സാലറി ഉണ്ട്. അത് ആനുവലി ചെയ്യുമ്പോൾ 14,40,000 പ്ലസ് പിന്നെ എന്തൊക്കെയാണ് ആഡ് ചെയ്യുക? കമ്മീഷൻ ഉണ്ട്. 6 lakh കമ്മീഷൻ ഉണ്ട്. 6 lakh കമ്മീഷൻ വരും. പിന്നെ ആനുവൽ ബോണസ് 2 lakh വരും. 2 lakh വരുന്നുണ്ട്. ഓക്കെ, ക്യാഷ് ഗിഫ്റ്റ് നമ്മൾ എടുക്കില്ല. എന്താണ്? RFAയുടെ സാലറിയുടെ 15% കാണുമ്പോൾ. ഓക്കെ, ഇവിടെ നോക്കാം. നമുക്ക് ആൻസർ വെച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ബേസിക് പേ നോക്കൂ, 1,20,000 × 12 വരും. 14,40,000. കമ്മീഷൻ 6 lakh എടുത്തിട്ടുണ്ട്. ബോണസ് എടുത്തിട്ടുണ്ട്. ക്യാഷ് ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ RFAയുടെ ടാക്സബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ടാക്സബിലിറ്റി ഞാൻ പറഞ്ഞില്ലേ, 12% മാത്രമേ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എക്സംഷൻ കിട്ടുള്ളൂ. ബാക്കി 15% നിന്ന് 12% കുറച്ച് 3% ഓഫ് ബേസിക് സാലറിയുടെ 3% നമുക്ക് 43,200 ടാക്സബിലിറ്റി വരും. പിന്നെ അക്കോമഡേഷൻ വരുന്നത് 15% ഓഫ് 22,40,000 ഓർ 30,000 ഇൻറ്റു ഇത് ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ വിച്ച് എവർ ഈസ് ഹയർ ആണ് നമുക്ക് എടുക്കാം. ഇവിടെ ആക്ച്വൽ റെൻറ്റ് 30,000 × 12 3,60,000 വരും. ബട്ട് അതല്ല, 15% ഓഫ് 22,40,000. ഈ 22,40,000 എങ്ങനെയാണ് കിട്ടിയത്? ബേസിക് പേ പ്ലസ് കമ്മീഷൻ പ്ലസ് ബോണസ്. ഓക്കെ, ക്യാഷ് ഗിഫ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ 15% ഇൻറ്റു 22,40,000 ചെയ്യുമ്പോൾ 3,36,000 കിട്ടും. ഓക്കെ,
അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഗ്രോസ് സാലറി കിട്ടും. പിന്നെ 115 BSc ഓപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും അലവബിൾ ആണ്. 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ടോട്ടൽ ടാക്സബിൾ ഇൻകം ഫ്രം സാലറി വരുന്നത് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 27,19,200 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ: Patel owns a 2-house property in Mumbai. He submit the following information related to the financial year 22-23. എന്താണ്? പട്ടേലിന് 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഹൗസ് 1ഉം ഹൗസ് 2. അതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, മുനിസിപ്പൽ വാല്യൂ എന്താണ്? 7,50,000. ഇതിൻ്റെ മുനിസിപ്പൽ വാല്യൂ 8,75,000. ഫെയർ റെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റെൻറ്റ് അണ്ടർ RCA തന്നിട്ടുണ്ട്. ആനുവൽ റെൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ പറയേണ്ടത് ആനുവൽ റെൻറ്റ് ഇല്ല. ഇതെന്താണ്? ഹൗസ് 2 സെൽഫ് ഓക്യുപ്പൈഡ് ഫോർ റെസിഡൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇത് ഹൗസ് 1 ലെറ്റ് ഔട്ട് ആയിട്ടും ഹൗസ് 2 എന്താണ്? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? മുനിസിപ്പൽ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ പറയണത്? ദർ ഇസ് എൻ അൺറിയലൈസ്ഡ് റെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി 75,000. അൺറിയലൈസ്ഡ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഹൗസ് 1ൻ്റെ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്താണ്? 75,000 ആണ്. 75,000 റിസീവ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഹവർ നോ സ്റ്റെപ്സ് ആർ ടേക്കൺ ടു ബി മേക്ക് ദ ഡീഫോൾട്ടിംഗ് ടെനൻറ്റ് വെക്കേറ്റ് ദ ഹൗസ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഹവർ നോ സ്റ്റെപ്പ് ആർ ടേക്കൺ ടു മേക്ക് ദ ഡീഫോൾട്ടിംഗ് ടെനൻറ്റ് ടു വെക്കേറ്റ് ദ ഹൗസ്. എന്താണ്? ഹൗസ് വെക്കേറ്റ് ഡീഫോൾട്ടിംഗ് ടെനൻറ്റിൽ റെൻറ്റ് തരാത്ത ടെനൻറ്റ് എന്താണ്? ഹൗസ് ഒന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെസസറി സ്റ്റെപ്പ് പോയിട്ട് ഒരു സ്റ്റെപ്പ് എന്താണ് എടുത്തിട്ടില്ല. ഓക്കെ, വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെനൻറ്റ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ഹാഫ് ഓഫ് ദ മുനിസിപ്പൽ ടാക്സ് നോട്ട് യെറ്റ് പെയ്ഡ്. ഹാഫ് ഓഫ് ദ മുനിസിപ്പൽ ടാക്സും എന്താണ്? പേ ചെയ്തിട്ടില്ല. കമ്പ്യൂട്ട് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 23-24 ഇഫ് ഹി ഹാസ് ഓപ്റ്റഡ് ഫോർ 115 BSc. ഇവിടെ പറയുന്നത് എന്താ? 115 BScയിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 115 BScയുടെ പ്രൊവിഷൻ എന്ന് പറയാം. 115 BSc ഹൗസ് പ്രോപ്പർട്ടി ഇൻകം 115 BSc ആണെങ്കിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി 30% കിട്ടും. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റിനാണ് ഒരു ഡിഫറൻസ് വരുന്നത്. ഇൻട്രസ്റ്റിന് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കാണെങ്കിൽ ഇവിടെ ഹൗസ് 1 ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണല്ലോ. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ കിട്ടും. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ കിട്ടില്ല. അത് നമുക്ക് ലോ സൈഡ് എടുത്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കിനി ആൻസർ നോക്കാം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂ ഫസ്റ്റ് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻറ്റും നമുക്കിവിടെ എന്താ എടുക്കേണ്ടത്? NAV എടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻറ്റും കമ്പയർ ചെയ്യാം. വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻറ്റും കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹയർ 7,50,000 8,50,000 വിച്ച് എവർ ഈസ് ഹയർ ഏതാ? 8,50,000 എടുക്കുക. അതും സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്യാം. വിച്ച് എവർ ഈസ് ലോവർ എടുക്കുക. 8,50,000 8,00,000 കമ്പയർ ചെയ്തിട്ട് ലോവർ 8,00,000. ഓക്കെ, ഇനി അത് ആനുവൽ റെൻ്റായിട്ട് കമ്പയർ ചെയ്യാം. വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. 9,00,000 ആണ് ആനുവൽ റെൻറ്റ്. ഇവിടെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 9,00,000 ആയിരിക്കും നമ്മുടെ എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. 9,00,000 ആയിരിക്കും നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ട്. ഇവിടെ പറയേണ്ടത് മുനിസിപ്പൽ ടാക്സ് ഹാഫേ പേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പേ ചെയ്തത് മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ മാത്രമേ നമുക്ക് എന്താണ്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതും 115 BScയിൽ മുനിസിപ്പൽ ടാക്സ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഉണ്ട് 60,000. അത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ എടുക്കാൻ പറ്റും. 115 BSc ഓപ്റ്റ് ചെയ്യണമുണ്ട്. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി പറയണത് എന്താണ്? ദർ ഈസ് എൻ അൺറിയലൈസ്ഡ് റെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ 75,000 എന്താണ്? അൺറിയലൈസ്ഡ് റെൻ്റാണ്. ഒരു സ്റ്റെപ്പും നെസസറി സ്റ്റെപ്സ് ഒന്നും ടേക്ക് ചെയ്യാത്തതുണ്ട്. റൂൾ 4 പറയണ ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്. ആ 4 സ്റ്റെപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്താണ്? ജെന്യുവൻ ആയിരിക്കണം, ബോണഫൈഡ് ആയിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? നെസസറി സ്റ്റെപ്പൊക്കെ എടുക്കണം. അത് അവരെടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ആക്ച്വൽ റെൻറ്റിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം നമുക്കിനി ആൻസറിലോട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഹൗസ് 1 ആണ് എന്താണ്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ,
റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ്, അതായത് മുനിസിപ്പൽ ടാക്സും മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻറ്റും കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. അതും സ്റ്റാൻഡേർഡ് റെൻറ്റും കമ്പയർ ചെയ്ത് കിട്ടുന്നതാണ് എന്ത് റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ്. വിച്ച് എവർ ഈസ് ലോവർ 8 lakh എടുത്തു. ഓക്കെ, 8 lakh എടുത്തു. അതും ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. അപ്പോൾ 9 lakh ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. ഞാൻ പറഞ്ഞില്ലേ എന്താണ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്താണ് നമുക്ക് കുറക്കാൻ പറ്റില്ല. ബിക്കോസ് ടെനൻറ്റിനെ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെസസറി സ്റ്റെപ്സ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മുനിസിപ്പൽ ടാക്സ് 15% കുറക്കാൻ പറ്റുള്ളൂ. ആക്ച്വൽ പെയ്ഡും 50% ആണ്. ഓക്കെ, നെറ്റ് ആനുവൽ വാല്യൂ കിട്ടി. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് 30% കുറക്കാം. പിന്നെ ലെസ് ഇൻട്രസ്റ്റ് എത്രയാണ്? 2,58,700 ഇൻട്രസ്റ്റ് 60,000. ഓക്കെ, ലെറ്റഡ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് കുറക്കാം. അത് കഴിഞ്ഞിട്ട് ഹൗസ് ടു സെൽഫ് ഓക്യുപ്പൈ. ഓക്കെ, ലെറ്റ് ഔട്ടിൻ്റെ ഇൻകം നമുക്ക് കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ 115 BAC എന്തായിരിക്കും? BACയിൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ നില്ലായിരിക്കും. എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? നമുക്ക് ലോസ് പോലും സെൽഫ് ഒക്യുപ്പൈഡിന് ഇൻകം ഇല്ല, പിന്നെ ലോസ് ഉണ്ട്. ലോസ് നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട് സാധാ സ്കീമാണെങ്കിൽ. ഇവിടെ ന്യൂ ടാക്സ് റിജീം ആയതുകൊണ്ട് 115 BAC ആയതുകൊണ്ട് സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇൻകം ഫ്രം ടോട്ടൽ ഹൗസ് പ്രോപ്പർട്ടി വരുന്നത് 5,43,750. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Shweta is engaged in the business of selling household appliances. The profit and loss account for the year ended 31st March 2023 shows a net profit of 3,64,000 after debiting and crediting the following items. അപ്പോൾ എന്താ പറയണേ? ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 3,64,000 തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഈ താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തിട്ടുള്ള ഫിഗറാണ് 3,64,000. നമുക്കിവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയേണ്ടത്? ആക്ച്വൽ പ്രോഫിറ്റ്. ഓക്കെ, compute income under the head profit and gains from the business of profession for the assessment year 23-24. ഓക്കെ, കമ്പ്യൂട്ട് ചെയ്യാം നമുക്ക്. PGBP ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. സ്റ്റേഷനറി വാസ് പെയ്ഡ് ഇൻ ക്യാഷ്. നോക്കി, സ്റ്റേഷനറി എങ്ങനെയാണ്? ക്യാഷിലാണ് പെയ്ഡ് ചെയ്തിട്ടുള്ളത് 25,000. നമുക്കറിയാം 10,000 മുകളിൽ ഒരു എക്സ്പെൻസും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഒരു എക്സ്പെൻസും പേ ചെയ്യാൻ പറ്റില്ല ക്യാഷായിട്ട്. അങ്ങനെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് നമുക്ക് എന്താണ്? എക്സ്പെൻസ് ആയിട്ട് അലവബിൾ അല്ല. അപ്പോൾ ഇത് ഡിസലവബിൾ ആണ്. ആസ് പെർ സെക്ഷൻ 43 ക്യാഷ് പേയ്മെൻറ്റ് എക്സീഡ് 10,000 ഡിസലവ് ആണ്. ഓക്കെ, ഇനി കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് വെൽഫെയർ സ്കീം. ഓക്കെ, കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് വെൽഫെയർ സ്കീം റെക്കഗ്നൈസ്ഡ് സ്കീമിലും അൺറെക്കഗ്നൈസ്ഡ് സ്കീമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസ്ഡ് സ്കീമിലോട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ നമുക്ക് അലവബിൾ ഡിഡക്ഷൻ ആയിരിക്കും. അൺറെക്കഗ്നൈസ്ഡ് സ്കീമിലാണെങ്കിൽ നമുക്ക് എന്താണ് എക്സ്പെൻസ് അലോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഈ റെക്കഗ്നൈസ്ഡ് സ്കീം എന്തൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടോ, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടോ, അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ടിലോട്ടോ, അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലോട്ടോ, എനി അതർ ഫണ്ട് ആസ് പെർ ലോ, അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് 43B ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടോ, അൺഅപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ടോ, അൺഅപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടോ, എനി അതർ ഫണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ്? നോട്ട് അലൗഡ് ആണ്. ഇവിടെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്താണ്? അസംഷൻ എടുക്കണം. റെക്കഗ്നൈസ്ഡ് ആണോ അൺറെക്കഗ്നൈസ്ഡ് ആണോ നോക്കിയിട്ട് അസംഷൻ എടുത്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്, എക്സ്പെൻസ് അലൗ ചെയ്യാൻ പറ്റും. അൺറെക്കഗ്നൈസ്ഡ് ആണ്. ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഔട്ട്സ്റ്റാൻഡിങ് GST 30,000 ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുള്ളതാണ്, ആക്ച്വലി പേ ചെയ്തിട്ടില്ല. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് GST എന്ന് പറയുന്നത് ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യുള്ളൂ. അതുകൊണ്ട് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് അലവബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സ്റ്റേഷനറി അലവബിൾ അല്ല, ആഡ് ചെയ്യണം. ഇവിടെ അസംഷൻ എഴുതി. റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അലോ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യണ്ട. അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ PGBP 3,64,000 കൂടെ ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി എംബസൽമെൻറ്റ് ഓഫ് ക്യാഷ് ബൈ കാഷ്യർ. എന്താണ്? കാഷ്യർ എംബസൽമെൻറ്റ് ചെയ്തതാണ്.
സോ അത് നമുക്ക് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി പേയ്മെൻറ്റ് ടു കോൺട്രാക്ടർ ₹1,50,000 വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ്. കോൺട്രാക്ടർക്ക് എന്താണ് 1,50,000 എന്ത് ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു. നമ്മൾ പഠിച്ചിട്ടില്ലേ TDSൻ്റെ അണ്ടർ സെക്ഷൻ 194C എന്താ, കോൺട്രാക്ടർക്ക് 194C ഒരു കോൺട്രാക്റ്റാണ്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 30,000 പെർ ഇയർ അല്ലെങ്കിൽ 30,000 പെർ ഇയർ അല്ലെങ്കിൽ 30,000 പെർ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 30,000 പെർ ബില്ലും 30,000 പെർ ബില്ലും 1,00,000 പെർ ഇയറും ഓക്കെ, 1,00,000 ഒരു ഇയറും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ ബില്ലും കൂടെ കൂട്ടുമ്പോൾ 1,00,000 എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മളതിന് 194Cയിൽ TDS ഡിഡക്റ്റ് ചെയ്യണം. ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് എന്താ 30% നമുക്ക് ഡിസലവ് ചെയ്യണം. ഇവിടെ 1,50,000 കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എക്സീഡ് 1,00,000. ഓക്കെ, വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 1,50,000യുടെ 30% നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഫുള്ള് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ 30% നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഇൻകത്തിൻ്റെ കൂടെ 3,64,000 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി 20%, അതായത് 20% ആണ് 60,000. ബട്ട് ഡിപ്രിസിയേഷൻ പെർമിസിബിൾ 15%. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ റേറ്റ് നമുക്കറിയാം 15% ആണ്, പക്ഷേ ഇവർ റോങ്ലി 20% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 5% ആഡ് ബാക്ക് ചെയ്യണം. 15%-ന്ന് 20% നോക്കുമ്പോൾ 5% നമ്മൾ റോങ്ലി കൂട്ടിയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 5% നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഫണ്ട് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി വിച്ച് ഈസ് ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ 1920 ₹50,000. ഇവിടെ പ്രോഫിറ്റ് എങ്ങനെയാണ് തന്നിട്ടുള്ളത്, പ്രോഫിറ്റ് 3,64,000. ഈ 3,64,000 എന്ന് പറയുന്നത് ആഫ്റ്റർ ഡെബിറ്റിംഗ് ക്രെഡിറ്റിംഗ് ഇൻ ദ ഫോളോയിങ് ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫോളോയിങ് ഐറ്റംസ് ഒന്നില്ലെങ്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എന്താ പറയണത്, റീഫണ്ട് കിട്ടി, 1920 ക്ലെയിം ചെയ്ത റീഫണ്ട് കിട്ടി. 1920 ക്ലെയിം ചെയ്തതെന്ന് വെച്ചാൽ 1920 എക്സ്പെൻസ് ആയിട്ട് PGBPന്ന് കുറച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ റീഫണ്ട് കിട്ടുമ്പോൾ ഇപ്പോൾ ഇങ്കായിട്ട് കാണിക്കണം. ഇങ്കായിട്ട് കാണിക്കാന്ന് വെച്ചാൽ എന്താണ്, P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി എന്താണ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 3,64,000 ഈ റീഫണ്ട് കിട്ടിയ 50,000 ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇനി എന്താണ്, ഒന്നും ചെയ്യേണ്ട, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ട. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4A. Sunil owns a commercial building in Kolkata which is acquired for 4 lakh during the year. ഏത് ഇയറിലാ, 1996-97. Okay, its fair market value on 1st April 2001 is 16 lakh. He sold it for ₹320 lakh on 31st December 2022 when the stamp duty value of 360 lakh. അപ്പോൾ ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ 320 ആണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 360 lakh ആണ്. അറിയാം, ഹി പെയ്ഡ് 3% ഓഫ് സെയിൽ കൺസിഡറേഷൻ 3% എന്താണ്, ബ്രോക്കറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹി അക്വയർഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻ ഡൽഹി ഫോർ 120 lakh. 120 lakhന് എന്താണ്, 1st April 2023 120 lakhന് ബിൽഡിംഗ് അക്വയർ ചെയ്തിട്ടുണ്ട്. 120 lakh rupeesൻ്റെ ബിൽഡിംഗ് 1 April 2023 അക്വയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, compute the capital gain assessment year 23-24. The cost of inflation interest index തന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2001-2 100ഉം ഫിനാൻഷ്യൽ ഇയർ 2022-23 331ഉം തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി എന്താണ് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ ഫുൾ വാല്യൂ ഓഫ് സെയിൽ കൺസിഡറേഷൻ ഏതെടുക്കാം, ഈ ആക്ച്വൽ കൺസിഡറേഷൻ ആണോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണോ, നമുക്കറിയാം വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് വേണം വിച്ച് എവർ ഈസ് ഹയർ എടുക്കാം. അതായത് ആക്ച്വൽ കൺസിഡറേഷൻ്റെ 110% ആക്ച്വൽ കൺസിഡറേഷൻ്റെ 110% ഇത് എക്സീഡ് ചെയ്തിട്ടില്ല. അതായത് 10% ആക്ച്വൽ കൺസിഡറേഷൻ്റെ 320യുടെ 10% എത്രയാണ്, 320യുടെ 10% 32. ഈ 32 ഈ 320യും 360യും തമ്മിലുള്ള ഡിഫറൻസ്
32 ആണെന്നുണ്ടെങ്കിൽ 32 താഴെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷൻ നമുക്ക് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കാൻ പറ്റും. പക്ഷേ അല്ലല്ലോ, ഈ 320 360 തമ്മിൽ 40 ലാഖിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ എന്താണ് 110%-നേക്കാളും മുകളിലാണ് ഡിഫറൻസ്. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് ആക്ച്വൽ കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തെടുത്തു? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമ്മൾ 360 ലാക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ എക്സ്പെൻസ് കുറക്കണം. നോക്കിയേ, നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ 3% എന്താണ്? 3% ഓൺ സെയിൽ, 3% ഓഫ് ദ സെയിൽ കൺസിഡറേഷൻ ആസ് ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. അതായത് 3% ഇൻറ്റു 320 ലാക്ക്. അപ്പോൾ എത്ര വരും? 9,60,000 വരും. അത് ലെസ് ചെയ്യാം. 360 ലാക്കിൽ നിന്ന് 9,60,000 ലെസ് ചെയ്യുമ്പോൾ നെറ്റ് സെയിൽ കൺസിഡറേഷൻ നമുക്ക് 350,40,000 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ഇത് വാങ്ങിയത് ഏത് ഇയറിലാണ്? നമ്മൾ ഇത് വാങ്ങിയത് സുനിൽ ഓൺ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വിച്ച് ഇസ് അക്വയർഡ് 4,1967. ഓക്കെ, ഫെയർ മാർക്കറ്റ് വാല്യൂ ഇത് നോക്ക്. ഇനി അടുത്ത റൂളാണ് 2001 മുന്നാണ് നമ്മൾ എന്ത് അസറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫെയർ മാർക്കറ്റ്, ആ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ, അതായത് 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ 16 ലാക്കാണ്. ഓക്കെ, ഇനി ഈ 16 ലാക്ക് നമ്മൾ എങ്ങനെയാണ് ഇൻഡെക്സേഷൻ ചെയ്യുക? അറിയാം, ഇൻഡെക്സേഷൻ ചെയ്യുമ്പോൾ താഴെ എന്താ എടുക്കുക? ഇൻഡെക്സേഷൻ ചെയ്യുമ്പോൾ 16 ലാക്ക് ഇൻറ്റു ഇത് 2020-21 വാല്യൂ ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു നമുക്ക് ഏത് വാല്യൂയിലോട്ട് ആക്കേണ്ടത്? 22-23 വാല്യൂയിലോട്ട് 331. ഓക്കെ, ഇതാണ് ഇൻഡെക്സേഷൻ വാല്യൂ. ഇൻഡെക്സേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് 5296,000. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. 36 ലാക്കിൽ നിന്ന് ട്രാൻസ്ഫർ എക്സ്പെൻസ് ലെസ് ചെയ്ത് അപ്പോൾ നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടി. അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ചു. അപ്പോൾ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇനി നമുക്ക് ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഹി അക്വയർഡ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻ ഡൽഹി ഫോർ 120 ലാക്ക് 1 April 2023. 120 ലക്ഷം രൂപയുടെ ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ 54 സീരീസിൽ 54F എന്താണ്? 54F എന്താ പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇനി അസറ്റ്, ഏതെങ്കിലും അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു ന്യൂ റെസിഡൻഷ്യൽ, ഇവിടെ എന്താ പറയണത്? വാങ്ങിയിരിക്കണം നോക്കിയാൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 1 year ബിഫോറും ആഫ്റ്റർ ആണെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ ആഫ്റ്റർ 2 yearsനുള്ളിൽ വാങ്ങുകയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യണത്? നമ്മൾ അക്വയർഡ് ചെയ്താണ്, പർച്ചേസ് ചെയ്താണ് 1 April 2023. അപ്പോൾ വിത്തിൻ 2 yearനുള്ളിൽ നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്തിട്ട് 31 December 2022 2 yearനുള്ളിൽ നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് 54Fൽ 120 ലാക്ക് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കി ദ എമൗണ്ട് ഓഫ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54Fൽ എങ്ങനെയാണ് ക്ലെയിം ചെയ്യാം? 120 ലാക്ക് ഇൻറ്റു എന്താണ്? ന്യൂ ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ കൺസിഡറേഷൻ. അപ്പോൾ 54Fൻ്റെ എക്സംഷൻ കിട്ടി. അത് കഴിഞ്ഞ് ടാക്സബിൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇതാണ് ആൻസർ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേഗം ഡിസ്കസ് ചെയ്യും. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമ്മൾ 360 ലാക്കാണ് എടുത്തത്. അത് എന്തുകൊണ്ടാണ്? ആക്ച്വൽ കൺസിഡറേഷനേക്കാളും കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, 110%-നേക്കാളും കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. അതുകൊണ്ട് നമ്മൾ എന്താണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 360 ലാക്ക് എടുത്തു. ട്രാൻസ്ഫർ എക്സ്പെൻസ് 3% ഓഫ് ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ ആണ്. അതുകൊണ്ട് 9,60,000 കുറച്ചു. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടി. പിന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ 16 ലാക്കാണ് എടുത്തത്. അതിനെ നമ്മൾ ഇൻഡെക്സ് ചെയ്തിട്ട്
529600 കിട്ടി. അപ്പോൾ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഓക്കെ, ഇനി 54Fൻ്റെ എന്താണ് എമൗണ്ട് ഓഫ് എക്സംഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. എമൗണ്ട് ഓഫ് എക്സംഷൻ എങ്ങനെയാണ്? ന്യൂ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ന്യൂ ക്യാപിറ്റൽ അസറ്റ് ഇൻറ്റു ക്യാപിറ്റൽ ഗെയിൻ ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ കൺസിഡറേഷൻ. അപ്പോൾ എമൗണ്ട് ഓഫ് എക്സംഷൻ കിട്ടി. അങ്ങനെ അതും കൂടെ കുറച്ച് ഇതാണ് ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4B ചെയ്യാം. ഓക്കെ, നോക്കാം. 4B ക്വസ്റ്റ്യൻ നമ്പർ. ബോസ് ഹാസ് ദ ഫോളോയിങ് ഇൻകം ഫോർ ദ ഇയർ എൻഡിങ് 31st March 2023. നമുക്ക് എന്താ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? കമ്പ്യൂട്ട് ദ ഇൻകം ഫ്രം അതർ സോഴ്സ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 23-24. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻകം ഫ്രം IFOസിലെ ഇൻകം കണ്ടുപിടിക്കണം. അസസ്മെൻറ്റ് ഇയർ 23-24 IFOസിലെ ഇൻകം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 10% ഓഫ് 1 lakh ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് ഉണ്ട്. 1 lakh ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് ഉണ്ട്. നമുക്ക് എന്താ ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ടാക്സ് എടുക്കേണ്ട കാര്യമില്ല. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 12% ഓഫ് 1,50,000 ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് ഓഫ് 5 ലിമിറ്റഡ്. ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് ആണ്. ഇതെന്താണ്? ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് അല്ല, ലെസ് ടാക്സ് സെക്യൂരിറ്റീസ്. ശ്രദ്ധിക്കണം. സോൾഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് മുന്നേ സോൾവ് ചെയ്തു. സോ അതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആക്ച്വലി റിസീവ് ചെയ്തിട്ടില്ല. സോ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഫ്രം അൺലിമിറ്റഡ് ബോൺസ് ഓഫ് ലിമിറ്റഡ് നെറ്റ് ഓഫ് 18,000. അൺലിമിറ്റഡ് ബോൺസിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നെറ്റാണ്. നെറ്റ് എന്താ? നെറ്റ് ഓഫ് TDS ആണ്. ഓക്കെ, 18,000. അപ്പോൾ ഇതിന് ആക്ച്വലി 10% ആണ് TDS ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോസ് ആക്കുമ്പോൾ 18,000 ഡിവൈഡഡ് ബൈ 90 × 100 ആക്കി ഗ്രോസ് ആക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ടാക്സ് ചെയ്യണം IFOസിൽ. ഇൻട്രസ്റ്റ് ഫ്രം ലിസ്റ്റഡ് ബോൺസ് ഓഫ് B ലിമിറ്റഡ് നെറ്റ് ഓഫ് ₹13,500. ഓക്കെ, ഇതും എന്താണ്? നെറ്റാണ്. അപ്പോൾ നമ്മൾ ഗ്രോസ് ആക്കിയിട്ട് 13,500 ഡിവൈഡഡ് ബൈ 90 × 100 ആക്കി ഗ്രോസ് ആക്കിയിട്ട് ഇത് IFOസിൽ ഇൻകം കാണിക്കണം. ഓക്കെ, ഫാമിലി പെൻഷൻ എന്താണ്? 42,000 നമുക്ക് റിസീപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി പെൻഷൻ എങ്ങനെ എക്സംഷൻ വരുന്ന? ഫാമിലി പെൻഷന് ഡിഡക്ഷൻ കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ 1/3 ഓഫ് ആക്ച്വൽ ഫാമിലി പെൻഷൻ ഓർ 15,000 വിച്ച് എവർ ഈസ് ലോവർ ആണ് ഡിഡക്ഷൻ കിട്ടുക. 1/3 ഓഫ് 42,000 എത്രയാണ്? 14,000 വരും. അപ്പോൾ 14,000 ഓർ 15,000 or 15,000 വിച്ച് എവർ ഇസ് ലോവർ 14,000 ആണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടാം. ഇനി ക്യാഷ് ഗിഫ്റ്റ് 56(2)10 പറയുന്നത് എന്താ? ക്യാഷ് ഗിഫ്റ്റ് മാക്സിമം ഓഫ് 50,000 വരെ നമ്മൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. മോർ ദാൻ 50,000 വരെയാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി വരുന്നത് ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ. ബാങ്ക് കമ്മീഷൻ 2% ഓൺ ഇൻട്രസ്റ്റ് റിയലൈസ്ഡ്. ശ്രദ്ധിക്കണം, 2% ഓൺ ഇൻട്രസ്റ്റ് റിയലൈസ്ഡ്. അപ്പോൾ ബാങ്ക് കമ്മീഷൻ എത്ര വരും? ബാങ്ക് കമ്മീഷൻ 2% ഓൺ ഇൻട്രസ്റ്റ് റിയലൈസ്ഡ്. അതൊരു എക്സ്പെൻസ് ആണ്. നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻട്രസ്റ്റ് റിയലൈസ്ഡ് എത്രയാണ്? 18%ഉം 13,500ഉം എന്താണ് ഇൻട്രസ്റ്റ് റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2% ഇൻട്രസ്റ്റ് നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, 1 മിനിറ്റ്. ഇവിടെ ഇൻട്രസ്റ്റ് റിയലൈസ് ചെയ്യണത് 18,000ഉം 13,500ഉം ലെസ് ടാക്സ് ഫ്രീ. ടാക്സ് ഇല്ലെങ്കിലും ഇവിടെ 1 lakh × 10% ഇൻട്രസ്റ്റ് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക? 18,000ഉം വരും, 13,500ഉം വരും. ഓക്കെ, 13,500ഉം വരും. 1 lakhൻ്റെ 10% ആയ 10,000 വരും. ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് 2% ആണ് നമുക്ക് എന്ത്? ഓക്കെ, ഒന്നുകൂടെ പറയാം. 18,000 വരും, 13,500ഉം വരും. 1 lakh ഇവിടെ 1 lakhൻ്റെ 10% ആയ 10,000 വരും. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് 2% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് ബാങ്ക് കമ്മീഷനായിട്ട് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്താ? 10,000 എടുത്തത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഇത് ടാക്സ് ഇല്ലെങ്കിലും ആക്ച്വലി ഇത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ എടുത്തത്? ഈ ബാങ്ക് കമ്മീഷൻ 2% ഓൺ ഇൻട്രസ്റ്റ് റിയലൈസ് എടുത്തത് 1 lakhൻ്റെ 10%ഉം പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ലിസ്റ്റഡ് ബോൺസിൻ്റെ 13,500ഉം ഇൻട്രസ്റ്റ് ഫ്രം അൺലിസ്റ്റഡ് ബോൺസിൻ്റെ 18,000ഉം എടുത്തത്. ഓക്കെ, 18,000ൻ്റെ 2% ബാങ്ക് കമ്മീഷനായിട്ട് നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് 12% ഓഫ് 1,50,000 അതെടുക്കുന്നത്? ലെസ് ടാക്സ് സെക്യൂരിറ്റി സോൾഡ് ചെയ്യുന്നത് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആക്ച്വലി നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടില്ല, റിയലൈസ് ചെയ്തിട്ടില്ല. സോ ഓക്കെ, അതുകൊണ്ട് എടുത്തില്ല. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യാം. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 5. പാണ്ഡ്യ സബ്മിറ്റ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 22-23. ഓക്കെ, ഇൻകം ഫ്രം ലെറ്റേർഡ് പ്രോപ്പർട്ടി ഇൻ സേലം എന്താണ്? ലെറ്റേർഡ് പ്രോപ്പർട്ടിയാണ് 60,000 ഇൻകം ഉണ്ട്. ഓക്കെ, ലോസ് ഫ്രം ലെറ്റേർഡ് പ്രോപ്പർട്ടി ഇൻ കോയമ്പത്തൂർ 2,80,000 ഉണ്ട്. ലോസ് ഉണ്ട്, 2,80,000 ലോസ് ഉണ്ട്. ലെറ്റേർഡ് പ്രോപ്പർട്ടി തന്നെയാണ്. പ്രോഫിറ്റ് ഫ്രം റീറ്റെയിൽ ബിസിനസ് ഇൻ ചെന്നൈ
ചെന്നൈയിലെ റീറ്റെയിൽ ബിസിനസ്സിൽ എന്താണ് പ്രോഫിറ്റ് 3,50,000 ഉണ്ട്. ലോസ് ഫ്രം ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റി, ഇതെന്താണ്? സ്പെക്യുലേഷൻ ലോസ് ആണ്. ലോസ് ഫ്രം ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ് ഉണ്ട്. ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ഹോൾസെയിൽ ബിസിനസ് ഡിസ്കണ്ടിന്യൂഡ് ഡ്യൂറിങ് ദ 1920 ₹50,000 ഉണ്ട്. ഓക്കെ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, 75,000 ഉണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് 1,25,000. ഓക്കെ. കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ആഫ്റ്റർ സെറ്റ് ഓഫ് ലോസ് ആൻഡ് ഓൾസോ മെൻഷൻ ദ ലോസ് എലിജിബിൾ ടു ക്യാരി ഫോർവേഡ്. ഓക്കെ. എന്താണ്? നമുക്ക് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ആഫ്റ്റർ സെറ്റ് ഓഫ് ലോസ് സെറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. പിന്നെ ഓൾസോ മെൻഷൻ എന്താ പറയുക, ലോസ് എലിജിബിൾ ടു ക്യാരി ഫോർവേഡും കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നമുക്ക് 60,000 ഇൻകം ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോസ് ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി കോയമ്പത്തൂരിലെ ഈ 60,000 ഇതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്ന് ഈ 2,80,000 ലോസിൽ 60,000 നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ബാക്കി ഇവിടെ എത്രയുണ്ട്? ലോസ് 2,60,000. 2,80,000 മൈനസ് 60,000 2,60,000 അല്ല 2,20,000 ബാലൻസ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാനുണ്ട്. ഓക്കെ. ഇനി പ്രോഫിറ്റ് ഫ്രം ബിസിനസ്, ഇനി അടുത്ത് നോക്കാം. PGBP ഇൻകം എത്രയുണ്ട്? 3,50,000 ഉണ്ട്. ഇനി ലോസ് ഫ്രം ഡെറിവേറ്റീവ്, ഈ ലോസ് ഫ്രം ഡെറിവേറ്റീവ് ഇതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലോസ് ഫ്രം ഡെറിവേറ്റീവ്, അതായത് സ്പെക്കുലേഷൻ ലോസും അതിൻ്റെ ആ സെയിം ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഇതൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ഹോൾസെയിൽ ബിസിനസ്, ഇനി ഹോൾസെയിൽ ബിസിനസ് ഡിസ്കണ്ടിന്യൂഡ് 1920 ഡിസ്കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ട്. ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്താലും ലോസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പോൾ ഉള്ള ബിസിനസ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ 3,50,000 PGBP ഇൻകത്തിൽ നിന്ന് നമുക്ക് ഈ ബ്രോഡ് ഫോർവേഡ് ലോസ് ആയ 50,000 ലെസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി എന്താ പറയണത്? ഓൾറെഡി നമ്മൾ ബാലൻസ് ഉള്ള 2,20,000 നമുക്ക് ഈ PGBP ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 2,20,000 മൊത്തം ലെസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 lakh റെസ്ട്രിക്റ്റഡ് ആണ്. ഇൻ്റർഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റിൽ 2 lakh മാത്രമേ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 lakh പോയി കഴിഞ്ഞാൽ ബാലൻസ് 20,000 ഉണ്ട്. ഇത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് 75,000 ഉണ്ട് നമുക്ക്. ഓക്കെ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ. മാക്സിമം ഓഫ് 75,000 അല്ലേ ഇൻകുള്ളൂ, അത്രയും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് എത്രയുണ്ട്? 1,25,000 നിന്ന് 75,000 പോയാൽ ബാലൻസ് 50,000 എന്ത് ചെയ്യാം? നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോസ് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു അഡീഷണൽ ഇൻഫർമേഷനായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഇവിടെ എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് പാണ്ഡ്യ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 23-24. അതിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 60,000 ഉണ്ട്. അത് എവിടുത്തെ? സേലത്തിലെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ റെൻറ്റ്. ഓക്കെ. ഔട്ട് ഓഫ് 2,80,000 നിന്ന് 60,000 കുറക്കാൻ പറ്റും. ഔട്ട് ഓഫ് 2,80,000 60,000 ബാലൻസ് 2,20,000 ഉണ്ട്. ബാലൻസ് 2,80,000 നിന്ന് 60 പോയാൽ 2,20,000 ലോസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ. അത് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇൻകം ഫ്രം PGBP ഇൻകം. PGBP ഇൻകം എത്രയാണ്? 3,50,000 ഉണ്ട്. ഓക്കെ. അതിൽ നിന്ന് ലോസ് ആയ 2,20,000. ഔട്ട് ഓഫ് 2,20,000 നമുക്ക് 2 lakh മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ. അതെന്താ? ഇൻ്റർഹെഡ് സെറ്റ് ഓഫിലെ HP ലോസ് നമുക്ക് 2 lakh മാത്രമേ റെസ്ട്രിക്റ്റഡ് ആണ്. 2 lakh കുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 1,50,000 3,50,000 2 lakh പോയാൽ 1,50,000 കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ട്, ബിസിനസ് ലോസ് 50,000. അതും കൂടെ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1 lakh കിട്ടി. ഓക്കെ. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായ 75,000 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമ്മൾ 75,000 കുറച്ചു. അപ്പോൾ അത് നില്ലായി. ബാലൻസ് നെറ്റ് ടോട്ടൽ ഇൻകം എത്രയായി? 1 lakh മാത്രമേ ഉള്ളൂ നെറ്റ് ടോട്ടൽ ഇൻകം. ഇനി നമുക്ക് എന്തൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രകാരം ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് 20,000, സ്പെക്കുലേഷൻ ലോസ് 60,000, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് 50,000 നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഹൗസ് പ്രോപ്പർട്ടി ലോസ് മനസ്സിലായി. 20,000 എങ്ങനെ വന്നാൽ 2,80,000 60,000 ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നിന്നും പിന്നെ 2 lakh PGBP നിന്നും നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് സ്പെക്കുലേഷൻ ലോസ് എന്താ? ഡെറിവേറ്റീവ് നിന്ന് ഉള്ള ലോസാണ്. അത് സ്പെക്കുലേറ്റീവ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വർഷം ഇല്ല, അതുകൊണ്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയി 50,000. അതെങ്ങനെയാണ്? 1,25,000 ഉണ്ട്. നമുക്ക് 75,000 മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ ഉള്ളൂ. അത് സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി 50,000 നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ.
Thus, a resident individual aged 62 furnish the following particulars of income for the year 2020 to 23. ഓക്കെ, ഈ ദാസിന് എന്തൊക്കെയുണ്ട്? ഇൻകം ഫ്രം സാലറി ഉണ്ട്, കമ്പ്യൂട്ടഡ്. ഇനി കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞു തരുമ്പോൾ എന്താണ്? സാലറിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചതായിരിക്കും കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞു തരുമ്പോൾ. ഗ്രോസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനോ വേറെ ഒന്നും ലെസ് ചെയ്യാത്ത എമൗണ്ട് ആണ്. ഓക്കെ, കമ്പ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ 4 lakhs സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്തിട്ടുണ്ടാവും, ശ്രദ്ധിക്കണം. ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇതും കമ്പ്യൂട്ടഡ് ആണ്. എന്താണ്? അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി 30% ലെസ് ചെയ്ത് എന്തൊക്കെ ഡിഡക്ഷൻ ഉണ്ടോ അതൊക്കെ കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കമ്പ്യൂട്ടഡ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയ എമൗണ്ട് ആയിരിക്കും, ശ്രദ്ധിക്കണം. ബിസിനസ് ലോസ് 15,000 ഉണ്ട്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി 75,000 ഉണ്ട്. റെസിപ്റ്റ് ഫ്രം ഹോസ്റ്റസ് 28,000. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് അഡീഷണൽ തന്നിട്ടുള്ള? ഹി മെയ്ഡ് ദ ഫോളോയിങ് പേയ്മെൻറ്റ്സ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് സം അഷ്യൂർഡ് 1 lakh ടേക്കൺ ഓൺ ആഫ്റ്റർ 1/4/2021. ശ്രദ്ധിക്കണം, ഇയർ ശ്രദ്ധിക്കണം, എപ്പോഴാണ് എടുത്തതെന്ന്. ഓക്കെ, ഇനി 1,500 പെയ്ഡ് ഇൻ ക്യാഷ്. ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഹെൽത്ത് ഓഫ് സ്പൗസ് ₹30,000 പെയ്ഡ് ബൈ ചിക്ക്. ഓക്കെ, എക്സ്പെൻസ് ഓൺ ഹോഴ്സ് റേസ് 3,000. അതും തന്നുണ്ട്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 23-24 ഓൺ ദ അസംഷൻ ദറ്റ് ഹി ഡസ് നോട്ട് ഓപ്റ്റ് സെക്ഷൻ 115 BAC. ഓക്കെ, നമുക്കതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഇൻകം ഫ്രം സാലറി 4 lakh എടുക്കാം, കമ്പ്യൂട്ടഡ് ആണ്, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കേണ്ട. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 75,000, അതും കമ്പ്യൂട്ടഡ് ആണ്, അതൊന്നും കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബിസിനസ് ലോസ് ഉണ്ട് 15,000. ഓക്കെ, അത് നമുക്ക് എന്താണ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി, അത് IFRS ലിങ്കാണ്. ഓക്കെ, റെസിപ്റ്റ് ഫ്രം ഹോസ്റ്റസ് നമുക്ക് 28,000 ഉണ്ട്. ഈ 28,000 എന്താണ്? TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ് എമൗണ്ട് ആണെന്ന് നമ്മൾ ഒരു അസംഷൻ നോട്ട് ചെയ്താൽ മതി. നെറ്റ് എമൗണ്ട് ആണ്, അപ്പോൾ ഇതിൻ്റെ TDS എത്രയാണ്? 30%. ഓക്കെ, ഇത് നെറ്റ് എമൗണ്ട് ആണെങ്കിൽ ഇത് ഗ്രോസ് ആക്കുമ്പോൾ 20,000 ഡിവൈഡ് ബൈ 70 into 100 ചെയ്താൽ ഗ്രോസ് എമൗണ്ട് കിട്ടി. ഓക്കെ, അങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് ഈ ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എപ്പോഴാണ് എടുത്തത്? 1/4/2021 ശേഷം. 1/4/2021 ശേഷം ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നോർമൽ പേഴ്സൺസ് ആണെങ്കിൽ നമുക്ക് സം അഷ്യൂർഡിൻ്റെ 10% ആണ് നമുക്ക് എന്താണ് ATCയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പിന്നെ 1,500 പെയ്ഡ് ഇൻ ക്യാഷ്, ഒരു എക്സ്പെൻസ് ക്യാഷായിട്ട് പേ ചെയ്താൽ പ്രത്യേകിച്ച് അതിൻ്റെ ഡിഡക്ഷൻ ഒന്നും പറയണില്ല, കിട്ടില്ല. ഇനി മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഹെൽത്ത് ഓഫ് സ്പൗസ് 30,000 പെയ്ഡ് ബൈ ചെക്ക്. ഇവിടെ സ്പൗസിന് വേണ്ടിയിട്ടാണ് പേ ചെയ്തത്. ഇവിടെ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ ഏജ് 62. നമുക്ക് അസ്യൂം ചെയ്യാം എന്താണ്? സീനിയർ സിറ്റിസൺ ആണ് സ്പൗസ് എങ്കിൽ, സ്പൗസിൻ്റെ ഏജ് 60 എബോവ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് മാക്സിമം 50,000 വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. 50,000 or 30,000 വിച്ച് എവർ ഇസ് ആക്ച്വൽ പെയ്ഡ് ചെയ്തത്. അല്ല, സ്പൗസ് സീനിയർ സിറ്റിസൺ അല്ല, നോർമലാണ്, ലെസ് ദാൻ 60 years ആണെങ്കിൽ നമുക്ക് മാക്സിമം 25,000 വരെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 25,000 or 30,000 വിച്ച് എവർ ഇസ് ലോവർ. നമ്മൾക്ക് ഇവിടെ ഏജ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അസംഷൻ എഴുതണം. ഓക്കെ, ആൻസർ ചെയ്യുമ്പോൾ. ഇനി എക്സ്പെൻസ് ഓൺ ഹോഴ്സ് റേസ് എന്താ? 3,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഹോഴ്സ് റേസിൻ്റെ ഇൻകത്തിൽ നിന്ന് ഒരു എക്സ്പെൻസും ലെസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് എടുക്കേണ്ട കാര്യമില്ല. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ടാക്സബിൾ ഇൻകം. നമുക്കിനി ആൻസർ നോക്കാം. ഓക്കെ, സാലറിയുടെ ഇൻകം കമ്പ്യൂട്ടഡ് ആയ കാരണം 4 lakh നേരെ എഴുതി. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2,60,000 നേരെ എഴുതി. ഇനി PGBP ലോസ് 1,50,000. ആൻസർ ചെയ്യുന്നത് 1,50,000 കൊടുക്കാണ്ട് ക്വസ്റ്റ്യനിൽ 15,000 ഉള്ളൂ, അത് നിങ്ങൾ നോക്കി ചെയ്യണം. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിന്നിങ് 20,000 into 100/70. ഓക്കെ, 20,000 എന്ന് പറയുന്നത് നെറ്റ് ഓഫ് TDS ആണ്, അപ്പോൾ നമ്മൾ ഗ്രോസ് എടുത്ത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ കാണിക്കണം. പിന്നെ ഡിവിഡൻറ്റ് 75,000. ടോട്ടൽ ഇൻകം വന്നിട്ട് 6,25,000 ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ലെസ് ATC ഡിഡക്ഷൻ 1 lakh into 10% 10,000. ഇവിടെ ATD ഡിഡക്ഷൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 25,000. അപ്പോൾ ഇവിടെ എന്താണ് അസംഷൻ ചെയ്തേണ്ടത്? അസ്യൂം ദാറ്റ് ദ സ്പൗസ് എന്താണ്? സ്പൗസിൻ്റെ ഏജ് ലെസ് ദാൻ 60 years ആണ്, അതുകൊണ്ടാണ് മാക്സിമം 25,000 കിട്ടി. ഇനി മോർ ദാൻ 60 years ആണെങ്കിൽ എന്താ? 50,000 വരെ മാക്സിമം നമുക്ക് ATD ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ആക്ച്വൽ പെയ്ഡ് 30,000 ആണ്, അപ്പോൾ ലിമിറ്റഡ് ടു 30,000. നമ്മൾ അസംഷൻ ചെയ്തതിന് അനുസരിച്ചിരിക്കും ആൻസർ. ഓക്കെ,
ഇനി ടോട്ടൽ ഇൻകം കിട്ടി. ഈ 6,25,000 10,000 25,000 ലെസ് ചെയ്തിട്ട് 5,90,000 കിട്ടി. ഓക്കെ, ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. 31,720. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ എന്താ പറയണത്? 115 BSc നോട്ട് ഓപ്റ്റഡ് ആണ്. അപ്പോൾ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് ഇൻകം 5,90,000 ഉണ്ട്. ഫസ്റ്റ് 2,50,000 വരെ നില്ലാണ്. നെക്സ്റ്റ് 5,00,000 വരെയുള്ള 2,50,000 നമുക്ക് 20%, പിന്നെ 5,90,000 മൈനസ് 5,90,000 ഇല്ലേ, 90,000 ഇൻറ്റു 30%, പിന്നെ പിന്നെയുള്ള 2,50,000 5,00,000 മുതൽ 2,50,000 മുതൽ 5,00,000 വരെയുള്ള 2,50,000യുടെ 20% ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടാക്സ് റേറ്റ് കിട്ടി. ഓക്കെ, എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക? 5,90,000 മൈനസ് 5,00,000. 5,00,000 മുകളിലുള്ളതൊക്കെ 20%. ഓക്കെ, അപ്പോൾ 90% ഇൻറ്റു 20%, പിന്നെ 2,50,000 മുതൽ 5,00,000 വരെയുള്ള ഡിഫറൻസ് ആയ 2,50,000യുടെ 5% കണ്ടുപിടിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് കിട്ടണ എമൗണ്ടിൻ്റെ കൂടെ 4% സെസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാക്സ് ലയബിലിറ്റി 31,720 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Enumerate. Discuss the 7 differences between the direct tax and indirect tax. Direct tax indirect taxിൻ്റെയും 7 ഡിഫറൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ enumerate any 7 taxes which are subsumed in the goods and service tax. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. നോക്കി, ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ പെയർ ഓഫ് ദ ടാക്സ് ആൻഡ് സഫർ ഓഫ് ടാക്സ് ഇസ് വൺ ആൻഡ് ദ സെയിം. ദ ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഇസ് പേ. സെയിം പേഴ്സൺ. എന്താണ്? പെയറും ടാക്സിൻ്റെ ഇൻസിഡൻസ് സെയിം ചെയ്യണതും സെയിം പേഴ്സൺ ആണ്. ഇൻഡയറക്റ്റ് ടാക്സിലാണെങ്കിലോ പെയർ ഓഫ് ദ ടാക്സ് ഇസ് ടാക്സ് നോട്ട് ദ സഫർ ഓഫ് ദ ടാക്സ്, വേറസ് ദ സഫർ ഓഫ് ദ ടാക്സ് ഇസ് നോട്ട് പേയിങ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ്. ഓക്കെ, മനസ്സിലായി? പെയർ ഓഫ് ദ ടാക്സ് എന്താണ്? ടാക്സ് പേ ചെയ്യണം, ഗവൺമെൻറ്റിലോട്ട് ടാക്സ് പേ ചെയ്യണത് സപ്ലയർ ആണ്. സപ്ലയർ സപ്ലയർ ഓഫ് സർവീസ് അല്ലെങ്കിൽ സപ്ലയർ ഓഫ് ഗുഡ്സ് ആണ്. എന്താണ്? ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിലാണെങ്കിൽ ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് ചെയ്യണത്. ഓക്കെ, അതെന്താ? സപ്ലയർ റെസിപ്പിയൻറ്റിൻ്റെ നിന്ന് ടാക്സും കൂടെ എക്സ്ട്രാ കളക്ട് ചെയ്തിട്ടാണ് ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്യണത്. അതാണ് പെയർ ഓഫ് ദ ടാക്സ് ഇസ് നോട്ട് ദ സഫർ ഓഫ് ദ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻകം ബേസ്ഡ് ടാക്സ് ആണ്. ഇത് എന്താ? ഇൻകം ടാക്സ് മെയിൻലി ലിവിഡ് ഓൺ ഇൻകം, ഡിപ്പെൻസ് ഓൺ ഇൻകം ആണ്. ഇൻകം ബേസ്ഡ് ടാക്സ് ആണ്. ഇത് സപ്ലൈ ബേസ്ഡ് ടാക്സ് ആണ്. ഇവിടെ GSTയിൽ ടാക്സബിൾ ഇവൻ്റ് എന്താ? സപ്ലൈ നടന്നാലോ ടാക്സ് വരുള്ളൂ. ഓക്കെ, ദ റേറ്റ് ഓഫ് ടാക്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓക്കെ, ഇവിടെ ആരാ? ഇൻകം ടാക്സ് പ്രകാരം ഏതൊക്കെയാണ് പേഴ്സൺ? ഇൻഡിവിജ്വൽ, HUF, കമ്പനി, AOP, BOI. ഓക്കെ, അതിനൊക്കെ പാർട്ണർഷിപ്പ് ഫേം, അതൊക്കെയാണ് ഇവിടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ടാക്സ് എന്താണ്? ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇൻഡിവിജ്വൽ HUFനൊക്കെ സ്ലാബ് റേറ്റ് ആണ്. കമ്പനിക്കാണെങ്കിൽ എന്താ? വേറെ റേറ്റ് ആയിരിക്കും, 25% അല്ലെങ്കിൽ 30%. ഫോറിൻ കമ്പനി ആണെങ്കിൽ 40%. അങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ടാക്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇവിടെ എന്താ? റേറ്റ് ഓഫ് ഡ്യൂട്ടീസ് ആർ നോട്ട് ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇവിടെ റേറ്റ് ഓഫ് ഡ്യൂട്ടി പേഴ്സൺ ടു പേഴ്സണിൽ ഡിഫറെൻ്റ് അല്ല, അത് ഓരോ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ബേർഡ്സിൽ എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ എൻറ്റയർ റവന്യൂ ഗോസ് ടു സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇൻകം ടാക്സിൻ്റെ എൻറ്റയർ റവന്യൂ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ എന്താണ്? റവന്യൂ സോഴ്സ് ടു സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. റവന്യൂ സോഴ്സ് ടു സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് വെൽ, ഇത് CGSTയും SGSTയും വരും. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും CGST സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടും SGSTയും എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ടും പോകും. അപ്പോൾ പിന്നെ IGST ആണെങ്കിൽ രണ്ടുപേരും കൺസ്യൂമിങ് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എന്താണ്? അപ്പോർഷൻ ചെയ്തെടുക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ഇൻകം അസസ്ഡ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിൻ്റെ ഇൻകമാണ് അസസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ അസസ്മെൻറ്റ് ഇയർ 23-24 ആണ് നമ്മൾ എന്താണ് ഇൻകം അസസ് ചെയ്യുക. ഈ ഇയറിൽ ഇൻകം അസസ് ചെയ്യണ ഏത് ഇയറിൻ്റെ ആയിരിക്കും? പ്രീവിയസ് ഇയർ 22-23 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റവന്യൂ സോഴ്സ്, ഇവിടെ ദർ ഇസ് നോ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ കൺസെപ്റ്റ്. ഇവിടെ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് കൺസെപ്റ്റും ഇല്ല. സപ്ലൈ നടക്കുന്ന ഏത് ഇയറാണ് ആ ഇയർ തന്നെയായിരിക്കും എന്താണ്? ഇൻകം അസസ് ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ. ഇവിടെ CBDT ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ വരാം. ഇവിടെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസും ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ. വിത്ത് എഫക്ട് ഫ്രം 1/2/2019 the Central Board of Excise and Customs is being renamed as Central Board of Indirect Tax and Customs. Okay, that is CBEC, renamed as CBIC. Okay, ഇവിടെ എന്താണ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണ്, ഇത് റിഗ്രസീവ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എന്യൂമറേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്യൂമറേറ്റ് 7 states of tax which subsumed in the goods and service tax. GST എന്താണ്? 7 states tax, ഏതെങ്കിലും ഒരു 7 states tax പറയാനാണ്. എന്താണ് GSTയിലോട്ട് സബ്സ്യൂം ചെയ്തിട്ടുള്ളത്? നോക്കാം ആൻസർ. എന്തൊക്കെയാണ് സബ്സ്യൂം ചെയ്തിട്ടുള്ള? സ്റ്റേറ്റ് ടാക്സ് വിച്ച് ആർ സബ്സ്യൂംഡ് ഇൻ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സ്റ്റേറ്റ് വാറ്റും വാല്യൂ ആഡഡ് ടാക്സും സെയിൽസ് ടാക്സും. ഓക്കെ, സെൻട്രൽ ടാക്സ് സബ്സ്യൂം ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രീസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അതർ ദാൻ ദോസ് ലെവിഡ് ഇൻ ബൈ ലോക്കൽ ബോഡി, പിന്നെ ടാക്സ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്. ഇതൊക്കെ എന്താണ് സബ്സ്യൂം ചെയ്തിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് GSTയിലോട്ട് സബ്സ്യൂം ചെയ്ത ടാക്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ റാവു of Telangana provide the following information for the financial year 21-22. You are required to find out the aggregate turnover for the purpose of eligibility of composition scheme and determine whether he is eligible for composition levy scheme or not for the financial year 22-23. ഇവിടെ എന്താണ്? കോമ്പോസിഷൻ സ്കീമിൻ്റെ എലിജിബിലിറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? വാല്യൂ ഓഫ് ടാക്സബിൾ ഔട്ട്വേർഡ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ 30 lakh. ഫിനാൻഷ്യൽ ഇയർ 22-23 കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ 30 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔട്ട്വേർഡ് ടാക്സബിൾ ഔട്ട്വേർഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ 70 lakh തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ 25 lakh തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ ഓഫ് സർവീസ് ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് 5 lakh തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് എക്സ്പോർട്ട് 20 lakh ഉണ്ട്. വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈ കവേർഡ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം 8 lakh എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ അഗ്രിഗേറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കണം ഫോർ ദ പർപ്പസ് ഓഫ് എലിജിബിലിറ്റി ഓഫ് കോമ്പോസിഷൻ സ്കീം. നമുക്കറിയാം കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ സ്റ്റേറ്റ്സിലൊക്കെ ആണെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയർ ടേൺ ഓവർ 150 lakh എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, 150 lakh ആണ് പ്രീവിയസ് ഇയർ ടേൺ ഓവർ ലിമിറ്റ് വരുന്നത്. ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയർ ടേൺ ഓവർ എത്രയാണ് ലിമിറ്റ് വരാം? 75 lakh ആണ് ലിമിറ്റ് വരാം. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? മിസ്റ്റർ റാവു ഓഫ് തെലങ്കാനയാണ്. ഓക്കെ, മിസ്റ്റർ റാവു ഓഫ് തെലങ്കാന എന്താണ്? സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് അല്ല. ഇപ്പോൾ ഇവിടെ നോർമൽ കാറ്റഗറി സ്റ്റേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ലിമിറ്റ് 150 lakh ആണ് വരാം ലിമിറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ എലിജിബിൾ ടേൺ ഓവറിൽ വരാം. പ്രീവിയസ് ഇയർ ടേൺ ഓവർ ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ഔട്ട്വേർഡ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എടുക്കാൻ പറ്റും, 30 lakh എടുക്കാൻ പറ്റും. വാല്യൂ ഓഫ് ടാക്സബിൾ ഔട്ട്വേർഡ് ഇൻട്രാ സ്റ്റേറ്റ് എടുക്കാൻ പറ്റും, 70 lakh എടുക്കാൻ പറ്റും. വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ 25 lakh എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ ഓഫ് സർവീസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസ് 5 lakh എടുക്കാൻ പറ്റും. അതെന്താണ്? എക്സ്ക്ലൂഡ് ചെയ്യണം. നമ്മളത് എലിജിബിലിറ്റി അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ എലിജിബിലിറ്റി കോമ്പോസിഷൻ സ്കീമിൻ്റെ എലിജിബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് ഇത് എടുക്കണ്ട. വാല്യൂ ഓഫ് എക്സ്പോർട്ട് എടുക്കണം. ഇനി നോക്കാം, അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈ കവേർഡ് അണ്ടർ RCM. ആക്ച്വലി ഇത് നമുക്ക് ഇൻവേർഡ് സപ്ലൈ ആണ്. RCM എന്ന കാറ്റഗറി വരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതെന്താണ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. പക്ഷേ ഇതിന് ടാക്സ് ലയബിലിറ്റി RCMൽ നമ്മൾ അടക്കേണ്ടി വരുന്നു. പക്ഷേ ഇത് ആക്ച്വലി വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈ ആണ്, ഔട്ട്വേർഡ് സപ്ലൈ അല്ല. ടേൺ ഓവറിൽ ഈ ഇൻവേർഡ് സപ്ലൈ കവേർഡ് അണ്ടർ RCM ആഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഏത് വരാം? 30 lakh വരും, 70 lakh വരും, 25 lakh വരും, 20 lakh വരും. ഓക്കെ, നമുക്കിവിടെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. Computation of aggregate turnover of Mr. Rao for the eligibility of composition levy scheme. ഓക്കെ, ഇനി ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആയ 30 lakh എടുക്കും, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആയ 70 lakh എടുക്കും, എക്സംപ്റ്റഡ് സപ്ലൈ 25 lakh എടുക്കും, ഇൻട്രസ്റ്റ് എടുക്കില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് എന്തുകൊണ്ട് എടുക്കാത്ത? ഇൻട്രസ്റ്റ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അഗ്രിഗേറ്റ് കോമ്പോസിഷൻ സ്കീമിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യില്ല, എക്സ്പോർട്ട് ടേൺ ഓവർ എടുക്കും. ഓക്കെ,
ഇനി റിവേഴ്സ് ചാർജ് ബേസിസിൽ ഇൻവേർട്ട് സപ്ലൈ ഉണ്ടെങ്കിൽ ഇൻവേർട്ട് സപ്ലൈ നമ്മൾ എടുക്കില്ല. ഔട്ട്വേർഡ് സപ്ലൈ മാത്രമേ എന്താണ് ടേൺ ഓവറിൽ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ടേൺ ഓവർ എന്താണ്? ടേൺ ഓവർ ഫോർ ദ ഏർലിയർ ഇയേഴ്സ് 1,45 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി, സിൻസ് ദ ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് 150 lakh, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 150 lakh ആണ് നോർമൽ സ്റ്റേറ്റിൻ്റെ. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ 75 lakh ആണ്. ഇവിടെ 150 lakh എന്താണ്? 150 lakh തെലങ്കാന നോർമൽ സ്റ്റേറ്റ് ആണ്, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് 150 lakh എക്സീഡ് ചെയ്തിട്ടില്ല. സോ മിസ്റ്റർ റാവു ഈസ് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ ലെവി പ്രൊവൈഡഡ് ഹി ഡസ് നോട്ട് പ്രൊവൈഡ് ദ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഡ്യൂറിങ് ദ ഇയർ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ടേൺ ഓവർ എത്രയാണെന്ന് നോക്കാനാണ്. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ടേൺ ഓവറിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എടുക്കും. പക്ഷേ ഡ്യൂറിങ് ദി ഇയറിൻ്റെ എലിജിബിലിറ്റി നോക്കാൻ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യാൻ പാടില്ല. പ്രൊവൈഡഡ് ഹി ഡസ് നോട്ട് പ്രൊവൈഡ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഡ്യൂറിങ് ദ ഇയറിൽ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യാൻ പാടില്ല. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഈ കോമ്പോസിഷൻ ലെവിക്ക് എലിജിബിൾ ആവില്ല. പ്രീവിയസ് ഇയറിൽ കുഴപ്പമില്ല, ഏത് ഇയർ ആണോ ഓപ്റ്റ് ചെയ്യണത് ആ ഇയർ നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യാൻ പാടില്ല. മാത്രമല്ല നമുക്ക് ഇവിടെ വരെ ലിമിറ്റ് കിട്ടാം. ഈ ഡ്യൂറിങ് ദി ഇയറിലും 1,50 lakh വരെ, അതായത് 150 lakh വരെ ടേൺ ഓവർ വരെ നമുക്ക് ഡ്യൂറിങ് ദി ഇയറിലും 150 lakh ടേൺ ഓവർ വരെ നമുക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണാൽ ലിമിറ്റഡ്, എ ഹൈദരാബാദ് രജിസ്റ്റേർഡ് സപ്ലയർ, പ്രൊവൈഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ടാക്സബിൾ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2022. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഫോർ ദ ഡിസംബർ 2022. ഡിസംബർ 2022 വാല്യൂ ഓഫ് സപ്ലൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലിസ്റ്റഡ് പ്രൈസ്, വാല്യൂഷൻ ചാപ്റ്ററിലാണ് വരുന്നത്. ലിസ്റ്റഡ് പ്രൈസ് തന്നിട്ടുണ്ട്. ഐറ്റം അഡ്ജസ്റ്റഡ് ഇൻ ലിസ്റ്റഡ് പ്രൈസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസാണ് ലിസ്റ്റഡ് പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്? സബ്സിഡി ഫ്രം ഗവൺമെൻറ് 1,50,000 ഗവൺമെൻറ്റിൻ്റെ നിന്ന് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. ഈ സബ്സിഡി ഫ്രം ഗവൺമെൻറ്റിൽ വാല്യൂ ഓഫ് സപ്ലൈയിൽ ആഡ് ചെയ്യേണ്ട. സബ്സിഡി ഫ്രം നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനും തന്നിട്ടുണ്ട് 50,000. നോൺ ഗവൺമെൻറ് ട്രേഡ് ഓർഗനൈസേഷൻ തന്നിട്ട് 50,000. അത് നമ്മൾ എന്താണ് വാല്യൂ സപ്ലൈയിൽ ലിസ്റ്റഡ് പ്രൈസിൻ്റെ കൂടെ കൺസിഡർ ചെയ്യണം. ഇനി ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ ഡിസ്കൗണ്ട് ലെസ് ചെയ്യണോ വേണ്ടതെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. ഓക്കെ, ഡിസ്കൗണ്ട് എങ്ങനെയാണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ് ഓർ എഗ്രീഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. സപ്ലൈക്ക് മുന്നേ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുന്നേ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സപ്ലൈ നടക്കുമ്പോൾ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കൗണ്ട് ലെസ് ചെയ്യാൻ പറ്റും. ഇനി ഐറ്റം നോട്ട് അഡ്ജസ്റ്റഡ് ഇൻ ലിസ്റ്റഡ് പ്രൈസ്, ഇതൊക്കെ എന്താണ്? ലിസ്റ്റഡ് പ്രൈസിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്ത സാധനങ്ങളാണ്. അപ്പോൾ ലോക്കൽ ടാക്സ്, പാക്കിംഗ് ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻറ്റ് 50,000, ഇതൊക്കെ ഐറ്റം അഡ്ജസ്റ്റ് ചെയ്യാത്തതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് GST അല്ലാത്ത വാല്യൂ ഓഫ് സപ്ലൈ, വാല്യൂ സപ്ലൈയുടെ വാല്യൂ നോക്കുമ്പോൾ GST അല്ലാത്ത ബാക്കി എന്തൊക്കെ ടാക്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതുകൊണ്ട് ലോക്കൽ ടാക്സ് ആഡ് ചെയ്യണം. പാക്കിംഗ് ചാർജസ് ഇൻസിഡൻ്റൽ ചാർജസ് ആയിട്ട് പാക്കിംഗ് ചാർജസിനെ ട്രീറ്റ് ചെയ്യും, അത് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻറ്റ്, ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻറ്റ് അതും വാല്യുവേഷനിൽ ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻറ്റ്, ഓക്കെ, അതും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ലിസ്റ്റഡ് പ്രൈസ് 10,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലിസ്റ്റഡ് പ്രൈസിൽ? ഓക്കെ, ക്വസ്റ്റ്യനും നോക്കൂ. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് ഈ സബ്സിഡി ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ലിസ്റ്റഡ് പ്രൈസ് എന്താണ്? ഒരു ലിസ്റ്റഡ് പ്രൈസിൻ്റെ അതിൽ നിന്ന് കുറച്ചിട്ട് കിട്ടിയതായിരിക്കും ഈ ലിസ്റ്റഡ് പ്രൈസ്. ഇതൊക്കെ ലെസ് ചെയ്തതായിരിക്കും. അതുകൊണ്ട് പക്ഷെ നമുക്ക് എന്താ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കുറക്കാം. ഇനി ഡിസ്കൗണ്ട് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് എഗ്രി ചെയ്തതാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കുറക്കാം. പക്ഷേ സബ്സിഡി ഫ്രം നോൺ ഗവൺമെൻറ് ട്രേഡ് ഓർഗനൈസേഷൻ ഇതെന്താണ്? നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഓൾറെഡി ഇതിൽ നിന്ന് ലെസ് ചെയ്തുകൊണ്ട് ഇത് ആഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോട്ട് അഡ്ജസ്റ്റഡ് ലിസ്റ്റഡ് പ്രൈസിലായ ലോക്കൽ ടാക്സ് ആഡ് ചെയ്യുക. പാക്കിംഗ് ചാർജസ് ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ആയിരുന്നു ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻറ്റും ആഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ വാല്യൂൻ്റെ കൂടെ വരുന്ന എമൗണ്ടുകളാണ്. ആൻസർ നോക്കാം. ലിസ്റ്റഡ് പ്രൈസ് 10 lakh. ഓക്കെ, അതിൻ്റെ കൂടെ നോൺ ഗവൺമെൻറ് സബ്സിഡി, നോൺ ഗവൺമെൻറ് ട്രേഡ് സബ്സിഡി, ഓക്കെ, അത് ആഡ് ചെയ്തു. ടാക്സസ് ആഡ് ചെയ്തു. പാക്കിംഗ് ചാർജസ് ആഡ് ചെയ്തു. ഇൻട്രസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് നെറ്റ് GST പേയബിൾ ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2023.
ഓക്കെ, നമുക്കിവിടെ എന്തൊക്കെ ടാക്സ് തന്നിട്ടുണ്ട്? CGST തന്നിട്ടുണ്ട്, SGST തന്നിട്ടുണ്ട്, IGST. ഓക്കെ, ഔട്ട്പുട്ട് ടാക്സും തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ITC തന്നിട്ടുണ്ട്. നമുക്കറിയാം ഓപ്പണിംഗ് ITC എന്താണ്? ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് എഴുതാം CGST, SGST, IGST. CGST 2000, outward supply 2000, 15,000, 24,000. ഓക്കെ, ഇനി ഓപ്പണിംഗ് ITC എങ്ങനെയാണ്? ലെസ് ചെയ്യാം. ഓപ്പണിംഗ് ITC ഫസ്റ്റ് CGSTക്ക് ഒന്നുമില്ല, നില്ല്. SGSTക്ക് 1000, IGSTക്ക് എത്രയാണ് വരുന്നത്? 37,000 ഉണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് തന്നെ അതത് ഹെഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതത് ഹെഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 13, ഇവിടെ 13,000 വരും, ഇവിടെ 5,000, 14,000 വരും, ഇവിടെ 2,000 വരും. ഓക്കെ, നോക്കാം, ആൻസറിൽ നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് IGST 30,000 ഉണ്ട്. ഓക്കെ, IGST ക്രെഡിറ്റ് 30,000. CGSTയുടെ ക്രെഡിറ്റ് ഒന്നുമില്ല. SGSTയുടെ ക്രെഡിറ്റ് ആണ് നമുക്ക് പിന്നെ 1000 ഉള്ളത്. ഇനി ഔട്ട്പുട്ട് ടാക്സ് അടക്കാൻ എത്രയുണ്ട്? 24,000, 2,000, 15,000. ഇതൊക്കെ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്യാനുള്ളതാണ്. ബാലൻസ് വരുന്നത് 13,000. 13,000 എന്താണ്? ഇത് നമുക്ക് ബാലൻസ് എക്സസ് ക്രെഡിറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി CGSTയിൽ ക്രെഡിറ്റ് ഒന്നുമില്ല. ഈ 2,000 മൊത്തം നമ്മൾ പേ ചെയ്യണം ഗവൺമെൻറ്റിലോട്ട്. ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് 14,000 നമ്മൾ ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്യണം. ഇനി നമുക്ക് എന്താണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും? IGSTയിൽ എക്സസ് ക്രെഡിറ്റ് ഉള്ളതുകൊണ്ട് CGSTയിലോട്ടും SGSTയിലോട്ടും നമുക്ക് എക്സസ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് ബാലൻസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ്? നമുക്ക് IGSTയുടെ ക്രെഡിറ്റ് ഏത് റേഷ്യോ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് ITC IGSTയുടെ ക്രെഡിറ്റ് 13,000 നമ്മൾ ഫസ്റ്റ് CGSTക്ക് കൊടുത്തു, 2,000 കൊടുത്തു. അത് കഴിഞ്ഞ് ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 13,000 നിന്ന് 2,000 പോയി കഴിഞ്ഞാൽ 11,000. ബാലൻസ് 11,000 നമ്മൾ SGSTക്കും കൊടുത്തു. ബാക്കി ഇവിടെ IGST 13,000 ഫുൾ പോയപ്പോൾ ഒരു ക്രെഡിറ്റും ഇല്ല, നില്ലായി. CGSTയുടെ 2,000 പേബിൾ ഉണ്ടായിരുന്നത് IGSTയും സെറ്റ് ഓഫ് ചെയ്ത് നില്ലായി. ഇവിടെ IGST ക്രെഡിറ്റ് 11,000 സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 3,000 എന്താണ്? പേബിൾ. SGST പേബിൾ ആണ് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. From the particulars given below, find out the assessable value and also calculate total customs duty. ഓക്കെ, കസ്റ്റംസ് ഡ്യൂട്ടിയിലെ വാല്യുവേഷൻ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അതെന്തായാലും പഠിക്കണം. നോക്കാം, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് മെഷീൻ എത്രയാണ്? $20. 20,000. കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് മെഷീൻ $. ഫസ്റ്റ് നോക്കാം, എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അസസബിൾ വാല്യൂ. ഫൈൻഡ് ഔട്ട് അസസബിൾ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് മെഷീൻ $, 20,000 ആണ്. എക്സ്പെൻസ് അപ് ടു ദ പ്ലേസ് ഓഫ് എക്സ്പോർട്ടേഷൻ $, 2,000 ആണ്. ബൈയിങ് കമ്മീഷൻ എന്താണ്? $, 200. ഡിസൈനിങ് ചാർജസ് ഇൻ ഇന്ത്യ ₹1,50,000. മെറ്റീരിയൽ സപ്ലൈഡ് ബൈ ദ ബയർ ഫ്രീ ഓഫ് കോസ്റ്റ് ₹2,00,000. ഓക്കെ, CBIC had notified the exchange rate $, is equal to 78. ₹78. ഇന്റർബാങ്ക് റേറ്റ് എന്താണ്? 79 തന്നിട്ടുണ്ട്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 10%, സോഷ്യൽ വെൽഫെയർ സർചാർജ് 10%, IGST 18%. നമുക്കിവിടെ എന്താ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ദ അസസബിൾ വാല്യൂ. നമുക്കിനി ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഇനി കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് മെഷീൻ ഇതാണ് കോസ്റ്റ്, ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എക്സ്പെൻസ് അപ് ടു ദ പ്ലേസ് ഓഫ് എക്സ്പോർട്ടേഷൻ, ഇതും ആഡ് ചെയ്യാം. എക്സ്പെൻസ് വന്നത് കോസ്റ്റിൻ്റെ കൂടെ എക്സ്പെൻസ് ആഡ് ചെയ്യാം. ബൈയിങ് കമ്മീഷൻ എന്താ? ബൈയിങ് കമ്മീഷൻ നമ്മൾ അസസബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്ത ഡിസൈനിങ് ചാർജസ് ഇൻ ഇന്ത്യ. ഡിസൈനിങ് ചാർജസും ഓക്കെ, ശ്രദ്ധിക്കണം, ഡിസൈനിങ് ചാർജസ് ഇൻ ഇന്ത്യ ആണ്. അതുകൊണ്ട് ഡിസൈനിങ് ചാർജസ് ഇന്ത്യയിൽ വന്നിട്ടുള്ള എക്സ്പെൻസ് ഒന്നും ആഡ് ചെയ്യരുത്. ഡിസൈനിങ് ചാർജസ് ഇൻ US വെച്ചിട്ടുള്ള ചാർജസ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഇമ്പോർട്ടേഷന് മുന്നുള്ള എക്സ്പെൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസൈനിങ് ചാർജസ് ഇൻ ഇന്ത്യ, അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്ത്. ഇനി മെറ്റീരിയൽ സപ്ലൈഡ് ബൈ ദ ബയർ ഫ്രീ ഓഫ് കോസ്റ്റ്. മെറ്റീരിയൽ എന്തെങ്കിലും സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി
നമുക്ക് ഇവിടെ എന്താ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് മെഷീനും എക്സ്പെൻസും നമുക്ക് $US തന്നിട്ടുള്ളത്. ഇനി ഈ $US ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഏത് റേറ്റ് എടുക്കേണ്ടത് അത് ശ്രദ്ധിക്കണം. CBIC നോട്ടിഫൈ ചെയ്ത എക്സ്ചേഞ്ച് റേറ്റ് എടുക്കണം. ഓക്കെ, 78 ആണ്, ₹78 ആണ് എടുക്കേണ്ടത്. ഇന്റർ ബാങ്ക് റേറ്റ് അല്ല എടുക്കേണ്ടത്, CBIC നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ആ റേറ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി തന്നിട്ടുണ്ട്, സോഷ്യൽ വെൽഫെയർ ചാർജ് തന്നിട്ടുണ്ട്, IGST തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് പ്രൈസ് എന്താണ്? US ഡോളറിലാണ് കോസ്റ്റ് ഓഫ് പ്രൈസ് 20,000. ഓക്കെ, കോസ്റ്റ് പ്രൈസ് $20,000 തന്നിട്ടുണ്ട്. എക്സ്പെൻസ് 2,000. അപ്പോൾ ടോട്ടൽ 22,000. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യുക? CBIC നോട്ടിഫൈ ചെയ്തിട്ടുള്ള ₹78 കൺവേർട്ട് ചെയ്ത് ആ റേറ്റ് എടുത്തിട്ട് വേണം ഇന്ത്യൻ റുപ്പിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, ഇന്ത്യൻ കറൻസി 22,000 × 78. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസ് എന്താണ്? 2 lakhൻ്റെ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫ്രൈറ്റും ഇൻഷുറൻസും. ക്വസ്റ്റ്യനിലൊന്നും ഫ്രൈറ്റും ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫ്രൈറ്റ് നമ്മൾ എയർ ഫ്രൈറ്റ് ആണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ടു 20,000. അതല്ല എങ്കിൽ ആക്ച്വൽ പ്രൈസ് നമുക്ക് ഇവിടെ ഒരു ഫ്രൈറ്റും തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 20% ഓഫ് ഫ്രൈറ്റ് എടുക്കണം. FOB വാല്യൂ ഇത് FOB വാല്യൂ ആണ്, ഇതിൻ്റെ 20% എടുക്കാം. പിന്നെ ഇൻഷുറൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ 1.125%. ആക്ച്വൽ തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ എടുക്കാം, അല്ലെങ്കിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ 1.125% ഓഫ് FOB വാല്യൂൻ്റെ 1.125% എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അസസബിൾ വാല്യൂ കിട്ടി. ഈ അസസബിൾ വാല്യൂമിലാണ് നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും സോഷ്യൽ വെൽഫെയർ സർചാർജും ആഡ് ചെയ്യണത്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അസസബിൾ വാല്യൂൻ്റെ 10%. ഓക്കെ, അത് കഴിഞ്ഞിട്ട് SWS 10%. ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ മേലിൽ, അതായത് അസസബിൾ വാല്യൂൻ്റെ 10% ആണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. SWS ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടീൻ്റെ മുകളിൽ 10% ചെയ്യും. അത് കഴിഞ്ഞിട്ട് IGST ചെയ്യുമ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ, അസസബിൾ വാല്യൂ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, SWS മൂന്നും ആഡ് ചെയ്തിട്ടുള്ള വാല്യൂകൾ വേണം IGST 18% ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഡ്യൂട്ടി കിട്ടി. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണത് വളരെ ഹെൽപ്ഫുൾ ആയൊരു കാര്യമാണ്. എക്സാമിൻ്റെ പാറ്റേൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ചില ക്വസ്റ്റ്യൻസ് മാക്സിമം ഒരു 5 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് സെയിം വരാറുണ്ട്. മാക്സിമം ഇതൊന്ന് ആൻസർ ചെയ്ത് ജസ്റ്റ് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പഠിപ്പൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.